നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്ത് പലയിടങ്ങളിലും ഏത് സാഹചര്യവും നേരിടാനുള്ള മോക്ക് ഡ്രിൽ തുടങ്ങി. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ അതീവ ജാഗ്രതയിൽ. കേരളത്തിൽ നാളെ മോക്ക് ഡ്രിൽ. പാകിസ്ഥാനുമായി യുദ്ധം തുടങ്ങുമെന്ന സൂചന ശക്തമാക്കുന്നതാണ് സുരക്ഷാ വിലയിരുത്തലും പരിശീലനവും. ഡൽഹിയിൽ ഇന്നും തിരക്കിട്ട കൂടിയാലോചനകൾ. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ പാകിസ്ഥാനെതിരെ ചോദ്യ ശരങ്ങളുമായി അംഗരാജ്യങ്ങൾ. പഹൽഗാം ആക്രമണത്തിൽ പങ്കില്ലെന്ന പാകിസ്ഥാന്റെ വാദം രക്ഷാസമിതിയിൽ പൊളിഞ്ഞടുങ്ങി. എന്നിട്ടും പ്രകോപനം തുടരുകയാണ് പാക് മന്ത്രിമാർ. പാകിസ്ഥാൻ അതിജീവിച്ചില്ലെങ്കിൽ ലോകത്താരും ബാക്കിയുണ്ടാവില്ലെന്ന വാചകമടിയുമായി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വീണ്ടും. ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി മല്ലികാർജുൻ ഖർഗെ രംഗത്തെത്തിയത് ഇന്റലിജൻസ് വീഴ്ച സംഭവിച്ചു എന്നാരോപിച്ചാണ്. രാജ്യം പാകിസ്ഥാനെതിരെ അതിശക്തമായ നിലപാട് ആവർത്തിക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മോക്ക് ഡ്രിൽ യുദ്ധത്തിന് മുന്നോടിയോ? പ്രൈം ഡിബേറ്റിൽ ശ്രീ മിഥുൻ വിജയകുമാർ, കേണൽ എസ് ഡിന്നി, ഡോക്ടർ ജി ഗോപകുമാർ, ശ്രീ സേനാപതി വേണു എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഡോക്ടർ ജി ഗോപകുമാർ, രാജ്യത്ത് ഇപ്പോൾ മോക്ക് ഡ്രിൽ തുടങ്ങിയിരിക്കുകയാണ്. നാളെയാണ് കൂടുതൽ ജില്ലകളിലും മോക്ക് ഡ്രിൽ, കേരളത്തിലും നാളെയാണ് മോക്ക് ഡ്രിൽ നടക്കാൻ പോകുന്നത്. ഇത് പാകിസ്ഥാനെതിരെ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുകയാണല്ലോ. 1971 ശേഷം ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ വിലയിരുത്തലും പരിശീലനവും ഒക്കെ നടക്കാൻ പോവുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ 1971 ഓർത്തെടുക്കുന്നത്, സമാനമായ സാഹചര്യത്തെ? തീർച്ചയായിട്ടും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 20 വയസ്സുള്ള സമയത്താണ്. അന്ന് ഇത്രത്തോളം സാങ്കേതികവിദ്യ വളർന്നില്ലെങ്കിലും മാധ്യമങ്ങൾക്ക്, പത്രമാധ്യമങ്ങൾ കൂടിയും റേഡിയോ, ഓൾ ഇന്ത്യ റേഡിയോ കൂടി നമുക്ക് നൽകിയ നിർദ്ദേശം ഏറ്റവും സേഫായിട്ടുള്ള ഇരിക്കുന്ന സ്ഥലം കുഴികളാണ്. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന സ്ഥലമാണ് സേഫ്റ്റിക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത്. അതുമാത്രമല്ല, സൈറൺ മുഴക്കിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് തിരുവനന്തപുരത്തും സൈറൺ മുഴക്കിയിരുന്നു. അപ്പോൾ 71 യുദ്ധം കാര്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ദക്ഷിണേന്ത്യയിലേക്കൊന്നും യുദ്ധം വന്നില്ല. അത് നമുക്കറിയാം. അത് കൂടുതൽ യുദ്ധം ചെയ്തത് കിഴക്കൻ ബംഗാളിലും പശ്ചിമ ബംഗാളിൻ്റെ ബോർഡേഴ്സിലും ഒക്കെ ആയിരുന്നു. മറ്റു മേഖലകളിലേക്ക് അത് വലുതായിട്ട് വന്നില്ല. പക്ഷേ 65 യുദ്ധത്തിൽ മറുവശത്തും പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ വശത്ത് നല്ല യുദ്ധമുണ്ടായിരുന്നു. പക്ഷേ 71 ഇത് സൈറൺ മുഴക്കിയതും ഇതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ഡ്രില്ലും എല്ലാം നടത്തിയത് വ്യക്തമായി ഓർക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മോക്ക് ഡ്രില്ല് കൊടുക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജലത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി ഒരു വാർപ്പാത്തിലാണ്. പാകിസ്ഥാൻ്റെ ജലസ്രോതസ്സുകൾ വറ്റുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ചനാബ് നദിയും ജലവും അവിടെയൊക്കെ ഇൻഡസിലുമെല്ലാം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഭാഗങ്ങളിൽ വരണ്ടു തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അനൗപചാരികമായി അങ്ങനെ ഒരു യുദ്ധം ഡിക്ലെയർ ചെയ്യാതെ തന്നെ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതൊരു പക്ഷേ ഒരു ഓൾ ഔട്ട് വാറിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ ടേണാണ്. അവർ പഹൽഗാമിൽ ഇങ്ങനെ ചെയ്തതിന് ഒരു ഫിസിക്കൽ വാർ എന്നുള്ള നിലയിൽ നമുക്കൊരു എയർ സ്ട്രൈക്കാണോ എന്താണെന്നുള്ളത് ഗവൺമെൻറ്റും മിലിറ്ററിയാണ് തീരുമാനിക്കേണ്ടത്. അത് ഉണ്ടാകുന്നുള്ളത് ഉറപ്പാണ്. അതിന് പാകിസ്ഥാൻ എങ്ങനെ പ്രതികരിക്കും, ആ പ്രതികരണം ആണ് യുദ്ധം വരുന്നുണ്ടോ ഇല്ലയോ നോക്കാനായിട്ട്. എന്തായാലും ഒരു അസോൾട്ട് നമ്മുടെ സൈഡിൽ നിന്ന് പാകിസ്ഥാന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മനോവീര്യം നഷ്ടപ്പെടും. പാകിസ്ഥാന് വീണ്ടും ഇത്തരം കയറ്റങ്ങൾ നടത്താനുള്ള താല്പര്യം വരും. നമ്മൾ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു തിരിച്ചടി ഉണ്ടാകും. ആ തിരിച്ചടിയെ പാകിസ്ഥാൻ എങ്ങനെ പരിഗണിക്കുന്നു, അതിനിടയ്ക്ക് അന്തർദേശീയ നിലകളിൽ പ്രത്യേകിച്ച് രാഷ്ട്രങ്ങളെല്ലാം ഇടപെടുകയോ, ഐക്യരാഷ്ട്രസഭയെക്കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും വയ്ക്കേണ്ട. കാരണം ഐക്യരാഷ്ട്രസഭയ്ക്ക് ശക്തി ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല സമീപകാലത്ത്. പക്ഷേ എന്നിരുന്നാലും ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നല്ലോ. അപ്പോൾ താൽക്കാലിക അംഗമായ പാകിസ്ഥാനെതിരെ മറ്റ് അംഗരാജ്യങ്ങൾ അതിശക്തമായിട്ടുള്ള നിലപാടെടുത്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ ഐക്യരാഷ്ട്രസഭ ഒരു പ്രമേയം പാസ്സാക്കുകയോ അതല്ലെങ്കിൽ രക്ഷാസമിതിയിൽ നിന്നൊരു പ്രസ്താവന വരികയോ ചെയ്തിട്ടില്ല എങ്കിൽ പോലും പഹൽഗാം ആക്രമണത്തിൽ പങ്കില്ല എന്നുള്ള കാര്യം രക്ഷാസമിതിയിൽ പാകിസ്ഥാൻ ആവർത്തിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിനെ എതിർക്കുകയായിരുന്നു മറ്റ് രാജ്യങ്ങൾ, മറ്റ് അംഗരാജ്യങ്ങൾ ചെയ്തത്. താൽക്കാലിക അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആ ഒരു നിലപാടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പാകിസ്ഥാൻ പഴയതുപോലെ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഇങ്ങനത്തെ ഭീകര ആക്രമണങ്ങളിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് ഉണ്ടായത്. പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല രക്ഷാസമിതി. സെക്രട്ടറി ജനറൽ ഇന്നലെ തന്നെ ഒരു പ്രസ്താവന ശക്തമായിട്ട് ഇറക്കിയിട്ടുണ്ട്.
മിലിറ്ററി ഓപ്ഷൻ ഈസ് നോ ഓപ്ഷൻ അറ്റ് ഓൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഐക്യരാഷ്ട്രസഭയെ മറ്റ് യുദ്ധങ്ങളിലൊന്നും, സമീപകാലത്ത് നടന്ന യുദ്ധങ്ങളിലൊന്നും കാര്യമായ ഇടപെടലിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണങ്ങൾ നമുക്കറിയാം. പക്ഷേ ഇവിടെ ഐക്യരാഷ്ട്രസഭയിലെ ഒരു നോൺ പെർമനൻറ്റ് മെമ്പറായിട്ട് 1 വർഷം കൂടി പാകിസ്ഥാൻ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ലോബി ചെയ്ത് പാകിസ്ഥാനെ സെക്യൂരിറ്റി കൗൺസിലിൽ വിമർശനത്തിന് വിധേയമാക്കാം. അങ്ങനെ ഒരു സമ്മർദ്ദ തന്ത്രം ഐക്യരാഷ്ട്രസഭയിൽ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഏറ്റവും നടത്തേണ്ടത്. പാകിസ്ഥാനെ വിമർശിച്ചുകൊണ്ട് ഒരു പ്രമേയം പാസ്സായാൽ അത് പാകിസ്ഥാന് വലിയൊരു തിരിച്ചടിയാകും. അങ്ങനെയൊക്കെ വേണം. പക്ഷേ പാകിസ്ഥാന് ഐക്യരാഷ്ട്രസഭയോ ഇല്ലെങ്കിൽ മറ്റ് പൊതുമണ്ഡലങ്ങളെയൊന്നും വലിയ വിശ്വാസമില്ലാത്തൊരു രാജ്യമാണ്. അത്തരത്തിലാണല്ലോ മുനീറും മേജർ ജനറൽ മുനീറും അസീം മുനീറും മറ്റുമുള്ളവരൊക്കെ പറയുന്നത്. അവരുടെ കൈവശമുള്ള ആണവായുധങ്ങളെക്കുറിച്ചുള്ള ഭീഷണിയൊക്കെയാണല്ലോ മുഴക്കുന്നത്. എന്നാലും ഐക്യരാഷ്ട്രസഭ അതിൽ കൂടി ഒരു ചാനൽ ഓഫ് പ്രഷർ കൊടുക്കാൻ പറ്റും. അതിനപ്പുറം ഐക്യരാഷ്ട്രസഭയ്ക്ക് ശക്തി ഉണ്ടെന്നൊന്നും നമുക്ക് സമീപകാലത്തെ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നില്ല. പക്ഷേ അതോടൊപ്പം റഷ്യയ്ക്കും അമേരിക്കയ്ക്കുമെല്ലാം ഇക്കാര്യത്തിൽ 2 രാജ്യങ്ങളോട് നെഗോഷിയേറ്റ് ചെയ്യാൻ, ഇന്ത്യയോടും പാകിസ്ഥാനോടും നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ലീഡർഷിപ്പ് എടുക്കാൻ തീർച്ചയായിട്ടും കഴിയും. അത് വരട്ടെ. നമുക്ക് ആദ്യം ഈ സാഹചര്യം എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്ക് അറിയാം. പ്രത്യേകിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ പേരിൽ, ജലശക്തിയുടെ പേരിൽ നമ്മൾ നടത്തിയ തീരുമാനങ്ങൾ പാകിസ്ഥാനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷേ അതേപോലെ നമുക്കറിയാം പാകിസ്ഥാനി തയ്യാറെടുക്കുമ്പോൾ പാകിസ്ഥാൻ്റെ സാമ്പത്തിക ശക്തിയും ദുർബലപ്പെടും. അതുകൊണ്ട് വല്ലാത്തൊരു പ്രഷറിൽ പാകിസ്ഥാൻ ഇപ്പോൾ ചെന്നെത്തും. പക്ഷേ എന്നാലും നമ്മൾ എടുക്കുന്ന ടേണിംഗ് പോയിൻ്റ് അതിനെ പാകിസ്ഥാൻ സ്വീകരിച്ച് നിർത്തുകയാണെങ്കിൽ അവിടെ കൊണ്ട് ഈ പ്രശ്നം തീരും. ശരി, ശ്രീ കേണൽ എസ് ഡിന്നി, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന മോക്ക് ഡ്രില്ലിൻ്റെതാണ്. ഇത് ഏതായാലും പാകിസ്ഥാൻ എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്ന കാര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണല്ലോ. അപ്പോൾ അവരെ മുൾമുനയിൽ നിർത്തുവാനുള്ള ഒരു തന്ത്രം കൂടിയാണോ ഇത്? അതോ താങ്കൾ കരുതുന്നത് ആസന്നമായിരിക്കുന്ന ഒരു യുദ്ധമാണോ? ശ്രീ മഞ്ജുഷ്, വളരെ ശരിയായിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. ഞാൻ കാണുന്നതും ഇത് 3 കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിപ്പം ഈ സിവിൽ ഡിഫൻസ് പ്രൊസീജിയേഴ്സ് തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തത്. ഒന്ന്, തീർച്ചയായിട്ടും നേരത്തെ ഗൗമർ സാർ പറഞ്ഞ പോലെ നമ്മൾ വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ വലിയൊരു ആക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ, നമ്മളത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അവരും എന്തെങ്കിലും ഒരു റിയാക്ഷൻ കാണിക്കാതിരിക്കത്തില്ല. കാരണം അവിടെയും സൈന്യമുണ്ട്, എയർഫോഴ്സ് ഉണ്ട്, നേവി ഉണ്ട്, അവർക്കും ആവശ്യത്തിനുള്ള മിസൈൽസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വലിയൊരു തിരിച്ചടി നൽകുമ്പോൾ 100 മിസൈൽ അങ്ങോട്ട് വിട്ടാൽ 1 2 മിസൈലെങ്കിലും മിനിമം അവർ ഇങ്ങോട്ട് വിടുമല്ലോ. അതിനകത്ത് നമുക്ക് യാതൊരു സംശയവും വേണ്ടാത്ത കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒന്ന്. രണ്ടാമതായിട്ട് ഇപ്പൊ പാകിസ്ഥാന്റെ ഉള്ളിൽ ധാരാളം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ബുള്ളറ്റ് പോലും ഫയർ ചെയ്യാതെ പാകിസ്ഥാന്റെ ഉള്ളിൽ ധാരാളം പ്രശ്നം സൃഷ്ടിക്കാൻ സാധിച്ചു കഴിഞ്ഞു ഈ 12-13 ദിവസം കൊണ്ട്. അത് സാമ്പത്തികമായിട്ടായാലും ശരി, നയതന്ത്ര ലെവലിലായാലും ശരി, സാമൂഹികമായിട്ടായാലും ശരി, ഇന്റർണൽ സെക്യൂരിറ്റി വൈസ് ആയാലും ശരി, ധാരാളം പ്രശ്നങ്ങൾ ഓൾറെഡി പാകിസ്ഥാന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം പല സ്ഥലത്തും കലാപങ്ങളും അങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ട്സ് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. വെള്ളത്തിന്റെ വലിയൊരു ഇഷ്യൂ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലെ പഞ്ചാബും സിന്ധും പ്രൊവിഷനിൽ ഓപ്പൺ ആയിട്ട് അവിടെ തെരുവ് ക്ലാഷസ് നടക്കുന്നത് നമ്മൾ കണ്ടു. ഇന്ന് ബലൂചിസ്ഥാനിൽ സൈനികരായിട്ടുള്ള 6 പേരെ ഇൻക്ലൂഡിങ് 1 മേജർ അവരെ ബലൂചിസ്ഥാൻ ഫൈറ്റേഴ്സ് അവരെ ഇല്ലാതാക്കി അല്ലെങ്കിൽ വധിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ടോട്ടലി ഒരു ഇറാഷണൽ രാജ്യമാണ്. അതായത് അവരെന്ത് ചെയ്യുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഒരു ബുദ്ധിയോ അല്ലെങ്കിൽ വിവേകമോ ഉപയോഗിക്കാത്ത ഒരു രാജ്യമാണ്. അങ്ങനെ ചിലപ്പോൾ അവർ തന്നെ പണ്ട് പലപ്പോഴും ഗോകുമാർ സാറിനൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്, 71 നമ്മളല്ല സ്റ്റാർട്ട് ചെയ്ത വാർ, അവരാണ് ഇനിഷ്യേറ്റ് ചെയ്തത്. 65 നമ്മളല്ല തുടങ്ങിയത്, അവരാണ് ചെയ്തത്. അപ്പൊ അതേപോലെ ഒരു പ്രീഎംപ്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് ചിലപ്പം പാകിസ്ഥാൻ ചെയ്യാം. കാരണം അവരുടെ ദയനീയമായിട്ട് അവസ്ഥയിൽ ഭാരതം ഒന്നും ചെയ്യുന്നതുമില്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അവർ ചെയ്യാം. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ആളുകളെയൊക്കെ ഒന്ന് ഇതിനെ അലേർട്ട് ആക്കണം. മൂന്നാമതായിട്ടാണ് ശ്രീ മഞ്ജുഷ് പറഞ്ഞ കാര്യം, നമ്മൾ എന്തായാലും ഒരു ആക്ഷൻ എടുക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഈ ആക്ഷൻ എത്രമാത്രം പ്രൊലോങ് ചെയ്യാൻ പറ്റും അത്രമാത്രം വേദന പാകിസ്ഥാന്റെ ഉള്ളിൽ കാണും. അപ്പൊ ഇങ്ങനത്തെ ആക്ഷൻസ് നമ്മൾ ചെയ്യുന്നതിന് തന്നെ ഒരു മെസ്സേജ് പാകിസ്ഥാനിൽ പോകുന്നത് നമ്മൾ എന്തോ വലുത് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു എന്നാണ്. അത് അവരെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതുവരെയുള്ള ഓരോ ആക്ഷൻസും ഓരോ മെസ്സേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഭാരതത്തിന്റെ ഉള്ളിൽ. അത് പ്രൈം മിനിസ്റ്ററിന്റെ സ്പീച്ച് ആയാലും ശരി, പ്രൈം മിനിസ്റ്റർ ഓരോ സേനാ വിഭാഗ ചീഫിനെ കാണുന്നാലും ശരി, ഡിഫൻസ് സെക്രട്ടറി കാണുന്നു, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറെ കാണുന്നു, ഹോം മിനിസ്ട്രി വേറെ ആളുകളെ കാണുന്നു. അങ്ങനെ ഓരോ മീറ്റിംഗ്സും ഓരോ ഡിസിഷൻസ് എടുക്കുന്നതും ഓരോ സ്റ്റെപ്പാണ്. അപ്പൊ ആ മെസ്സേജ് പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ നാളത്തെ അല്ലെങ്കിൽ 7th വേണ്ടിയുള്ള ആ പ്രിപ്പറേഷനും ഒരു മെസ്സേജാണ്. നമ്മൾ തയ്യാറെടുക്കുന്നു. നമ്മൾ ഒരു നാച്ചുറലി 71 കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഈ ആക്ടിനെ നമ്മൾ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇതിനെ പ്രൊസീജിയറിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ
അപ്പൊ തീർച്ചയായിട്ടും എന്തെങ്കിലും സബ്സ്റ്റാൻഷ്യൽ കാണും എന്നുള്ള ഒരു കാര്യം പാകിസ്ഥാനിലേക്ക് പോകും. അപ്പൊ ഈ 3 കാരണങ്ങൾ കൊണ്ടാവാം, ഏതെങ്കിലും ഒരു കാരണം കൊണ്ടാവാം നമ്മളിപ്പം ഈ ഒരു ആക്ഷൻസ് എടുക്കുന്നത്. പക്ഷെ അണ്ടർലൈനിങ് ഫാക്ടർ ഒന്നാണ്, തീർച്ചയായിട്ടും നമ്മളെ ആളുകൾ കെയർഫുൾ ആയിരിക്കണം. നമ്മളെ ആളുകൾ നമ്മളെ ഭാരതീയരായിട്ടുള്ള സിറ്റിസൺസ് അറിയണം എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം. അപ്പൊ അങ്ങനെയുള്ള ഒരു തയ്യാറെടുപ്പ് ഇതിന്റെ അണ്ടർലൈനിങ് ഫാക്ടർ തന്നെയാണ്, അതിനകത്ത് സംശയമൊന്നും. സംസ്ഥാന ചീഫ് സെക്രട്ടറി ഇതേക്കുറിച്ചുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പൊതുജനങ്ങൾ സഹകരിക്കണം എന്നുള്ള കാര്യമാണ്, അതുപോലെ തന്നെ സ്ഥാപനങ്ങളും സഹകരിക്കണം എന്നുള്ള കാര്യമാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ മോക്ക് ഡ്രില്ലുമായി സഹകരിക്കണം, പൂർണ്ണമായിട്ടും സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷയെ മുൻനിർത്തിയാണ് ഇത്തരമൊരു മോക്ക് ഡ്രിൽ നടത്തുന്നത്. ഇന്ന് തന്നെ പല നഗരങ്ങളിലും ഇത്തരത്തിലുള്ള മോക്ക് ഡ്രിൽ തുടങ്ങിക്കഴിഞ്ഞു. ശ്രീ സേനാപതി വേണു, രാജ്യം ഒരു തയ്യാറെടുപ്പിലാണ്. പാകിസ്ഥാനെതിരെയുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുമ്പോൾ യുദ്ധസമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അവിടെ ദൗർഭാഗ്യവശാൽ വീണ്ടും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നൊരു പ്രസ്താവന ഉണ്ടായിരിക്കുകയാണ്. ഇത് AICC പ്രസിഡന്റ് തന്നെ നേരിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹം പറയുന്നത് ഒരു ഇന്റലിജൻസ് വീഴ്ച അവിടെ സംഭവിച്ചു, അതുകൊണ്ടാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായത് പഹൽഗാമിൽ. അത് മാത്രമല്ല, അതിലെ ഗുരുതരമായ കാര്യം എന്ന് പറയുന്നത് ഈ ആക്രമണം നടക്കുന്നതിന് 3 ദിവസം മുൻപ് തന്നെ ഇന്റലിജൻസിന് വിവരം കിട്ടിയിരുന്നു എന്നാണ് മല്ലികാർജുൻ ഖാർഗെ പറയുന്നത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കശ്മീർ സന്ദർശനം വേണ്ടെന്ന് വെച്ചത് എന്ന് പോലും അദ്ദേഹം പറയുകയാണ്. എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കാര്യം കോൺഗ്രസ് പ്രസിഡന്റ് പറയുന്നത്? അല്ല, കശ്മീരിൽ ആക്രമണം ഉണ്ടാകുമെന്ന് അത് പഹൽഗാമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ പ്രദേശത്തോ അല്ല. അവിടെ ഭീകരർ തയ്യാറെടുപ്പിലാണെന്നും അവര് എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടാകും എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നതായി മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ്. അത് അവിടെ ഈ കാഷ്വാലിറ്റിക്ക് ആക്രമണത്തിന് വിധേയരായിട്ടുള്ള ബന്ധുക്കളും അവരുടെയൊക്കെ പല ചർച്ചകളിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ വരും ദിവസങ്ങളിലൊക്കെ ചില രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്ന്, അമർനാഥ് തീർത്ഥാടനത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുന്ന എല്ലാ കാലഘട്ടങ്ങളിലും അവർ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാറുള്ളതാണ്. അപ്പോൾ അതാണ് ഒരുപക്ഷെ മല്ലികാർജുന ഖർഗെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഒരു കാര്യം ശരിയാണ്, അവിടെ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. സുരക്ഷാ വീഴ്ച അത് മറ്റൊന്നുമല്ല, അവിടെ മതിയായ രീതിയിൽ ആയുധധാരികളായ അല്ലെങ്കിൽ സായുധ സേനയെ വിന്യസിക്കുക എന്ന് പറഞ്ഞാൽ ഡസൻ കണക്കിനൊന്നും വേണ്ട, 2-3 പോലീസുകാർ അല്ലെങ്കിൽ പാരാമിലിറ്ററിയുടെയോ അല്ലെങ്കിൽ മിലിറ്ററിയുടെയോ ആളുകൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നിശ്ചയമായും ഇങ്ങനെ ഏകപക്ഷീയമായ ഒരു ആക്രമണം സംഭവിക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ ഇന്ന് പുറത്തു വരുന്ന ഒരു വാർത്ത, അവിടെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ച ഒരാളെ ഈ പഹൽഗാമിന്റെ പരിസരത്ത് നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ്. അപ്പോൾ നമ്മൾ ഇപ്പൊ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ശത്രുവിനെ നേരിടാൻ തയ്യാറെടുക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ 10-13 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചക്കാലമായി എല്ലാ വിഭാഗം സേനകളും അതോടൊപ്പം തന്നെ പോലീസും സംവിധാനങ്ങളും മുഴുവൻ ഇത്രയും വലിയ തെരച്ചിലുകൾ നടത്തുന്ന ആ പ്രദേശത്ത് പോലും ഇപ്പോഴും ഭീകരർ ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് അണിഞ്ഞ് അവർ ഒളിച്ചിരിക്കുന്നെന്നോ അല്ലെങ്കിൽ അവരവിടെ ജീവിക്കുന്നോ എന്ന് പറയുമ്പോൾ അത് നിശ്ചയമായും ആ പോരായ്മകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കണ്ടെത്തേണ്ടതായിട്ടുള്ളതാണ്. പിന്നെ അങ്ങ് ചോദിച്ച ചോദ്യം, രാജ്യം ഒരു യുദ്ധത്തിന്റെ തയ്യാറെടുപ്പിലേക്ക് നടക്കുകയാണ്. സ്വാഭാവികമായും മോക്ക് ഡ്രില്ലുകൾ ഇപ്പൊ ഡിന്നി സാറും ഞങ്ങളും ഒക്കെ സൈന്യത്തിന്റെ ഭാഗമായിട്ടിരുന്നുകൊണ്ട് എന്തുകൊണ്ടാണ് മോക്ക് ഡ്രില്ലിന്റെ വാട്ട് ഈസ് ദ എയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, റെഡ്യൂസ് ദ കാഷ്വാലിറ്റി ആസ് മിനിമം. കാരണം സാറ് പറഞ്ഞ പോലെ നമ്മൾ ഇവിടുന്ന് ചിലപ്പോൾ എത്ര റോക്കറ്റുകൾ അങ്ങോട്ട് അയക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏത് പ്രഹരം ഇവിടെ നിന്ന് അങ്ങോട്ട് ഏൽപ്പിക്കുന്നു, അതിനൊരു റിട്ടാലിയേഷൻ സ്വാഭാവികമായിട്ടുണ്ടാകും. അത് എത്രമാത്രം വിജയിക്കണമെന്നില്ല. ഇപ്പം ഇസ്രായേലിന്റെ എന്താ പറഞ്ഞ വിമാനത്താവളത്തിന് മുമ്പിലുള്ള മിസൈലുകൾ തടയാനുള്ള എയർഡ്രോം എന്ന് പറയുന്ന സംവിധാനം, അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനം തകർന്നാണ് അവിടെ ഹൂതികളുടെ മിസൈൽ കഴിഞ്ഞ ദിവസം പതിച്ചിട്ടുള്ളത്. അപ്പം ഈ മിസൈലുകളെ തടയുന്നതിന് ലോകത്ത് ഏറ്റവും വലിയ സംവിധാനം ഇപ്പോൾ നിലവിലുള്ള ഒരു രാജ്യം ചെറുതാണെങ്കിലും മൊസാദ് പോലുള്ള ചാരസംഘടനകളുടെ വിപുലമായ പ്രവർത്തനമുള്ള അവർക്ക് ആ സംവിധാനത്തിൽ പോലും അവിടെ എയർപോർട്ടിൽ ബോംബ് വീഴുന്ന അല്ലെങ്കിൽ മിസൈലുകൾ വീഴുന്ന ഒരു കാഴ്ച കാണുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് മോക്ക് ഡ്രില്ലുകളുടെ ലക്ഷ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കാഷ്വാലിറ്റീസിനെ മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക. ഞാൻ ഒരുപക്ഷെ മഞ്ജൂഷിന്റെ ഓർമ്മയിലില്ലെങ്കിലും ഡെനിസാറിന്റെ ഓർമ്മയിലുണ്ടാകും, ജപ്പാനിൽ മുമ്പ് സംഭവിച്ചു, അല്ലെങ്കിൽ ഗോകുമാർ സാർ ഓർക്കുന്നുണ്ടാകും, ജപ്പാൻ എല്ലാ കാലഘട്ടത്തിലും ഭൂകമ്പ പീഡിതമായ ഒരു രാജ്യമാണ്. ഏത് സമയത്തും അവിടെ ഭൂകമ്പം ഉണ്ടാകാം. അപ്പോൾ ഇപ്പോ ജപ്പാനിലെ ഒരു സ്ഥിതിവിശേഷം എന്ന് വെച്ചാൽ, സ്കൂളിൽ ചെല്ലുന്ന കുട്ടികളെ മുതൽ
ഒരു ഭൂകമ്പത്തിന്റെ വാണിംഗ് അല്ലെങ്കിൽ മുന്നറിയിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്നുള്ള. മുമ്പ് അവർക്ക് സംഭവിച്ചത്, ഈ ആളുകൾ ചാടി ഓടി ഒരു പാലത്തിലേക്ക് കയറി 2 സൈഡിൽ നിന്നും ആളുകൾ വന്ന് സ്റ്റാമ്പേഡ് ഉണ്ടായി, ഡസൻ കണക്കിനോ 100 കണക്കിനോ ആളുകൾ വെള്ളത്തിൽ പോയി മരിക്കുന്ന ഒരു സാഹചര്യം. എന്ന് പറഞ്ഞാൽ ഭൂകമ്പത്തിൽ ആളുകൾ മരിച്ചതിന്റെ 10 20 ഇരട്ടി കാഷ്വാലിറ്റി ഈ സ്റ്റാമ്പേഡ് വഴി ഉണ്ടായ ഒരു സംഭവം ജപ്പാനിലുണ്ടായി. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അവിടെ സ്കൂളുകളുടെ പാഠ്യപദ്ധതിയിൽ തന്നെ ഒരു വിഷയമാണ്, ഒരു എന്താ പറഞ്ഞ ഈ വാണിംഗ് ഇത് മുഴങ്ങിക്കഴിഞ്ഞാൽ എങ്ങോട്ടാണ് നിങ്ങൾ ഓടേണ്ടത്, ഓരോരുത്തരും ഓടേണ്ടതും എവിടെയാണ് ചെന്ന് നിൽക്കേണ്ടത് എന്നുള്ള കാര്യം അവരെ വളരെ ചെറുപ്പകാലം മുതലേ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇത് തന്നെ ഇപ്പം നമ്മളിപ്പം 71 ശേഷം നമുക്ക് യുദ്ധാനുഭവം എന്ന് പറയുന്നത് 99-ലാണ്. പക്ഷെ അത് വളരെ പരിമിതമായ ലിമിറ്റഡ് വാറായിരുന്നു. അത് ആ കാർഗിൽ മലനിരകളിൽ മാത്രം ഒതുങ്ങി നിന്ന വാറായതുകൊണ്ട് നമ്മൾ ബാക്കി ആളുകളൊന്നും ഇതിന്റെ പ്രശ്നങ്ങൾ പുറത്തോട്ട് അറിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷേ ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു യുദ്ധം അത് എവിടെയും ബോംബ് പൊട്ടാം, എങ്ങനെയും ആകാം. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് 2ാം ലോകമഹായുദ്ധകാലത്ത് ഒരു ബോംബ് എന്താ പറഞ്ഞ കൊച്ചിയിൽ വന്ന് വീഴുകയും അത് അവിടെ എന്താ പറഞ്ഞ ചതിപ്പിൽ പൊതഞ്ഞു പോവുകയും പിന്നീട് പൊട്ടാതെ ആളുകൾ രക്ഷപ്പെട്ട കഥകളൊക്കെ നമ്മൾ ചരിത്ര പുസ്തകങ്ങളിലും അല്ലെങ്കിൽ പാഠങ്ങളിലും ഒക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ എവിടെ വേണമെങ്കിലും ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ സാധ്യത ഉണ്ടാകുമ്പോൾ ആളുകൾ പരിഭ്രാന്തരായി ഭയചകിതരായി ഓടാതെ അവർക്ക് മുൻകരുതലുകൾ എടുക്കുന്നതിനും ആ മുൻകരുതലുകൾ എടുത്ത് കാഷ്വാലിറ്റിയെ മിനിമം ആക്കുന്നതിന് വേണ്ടി അതാണ് മോക്ക് ഡ്രില്ലുകളുടെ ഒന്നാമത്തെ ലക്ഷ്യം. 2, ആളുകളിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയപ്പെടാതെ രക്ഷപ്പെടാനും ഒക്കെയുള്ള ഒരു മാർഗം. മഞ്ജുഷെ, ഇപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു യുദ്ധം നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. കാരണം യുദ്ധം എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല, അത് അവസാനത്തെ റിസോർട്ടാണ്. ആ റിസോർട്ടിലേക്ക് നമ്മൾ പോകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു യുദ്ധമല്ല ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒരു മിലിറ്ററി ഇഡിയം ഞാൻ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. ഇഫ് യു വാണ്ട് പീസ്, നിങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രിപ്പയർ ഫോർ എ വാർ. നിങ്ങൾ സജ്ജരായിരിക്കണം, അല്ലെങ്കിൽ ശത്രു കടന്നു വരും എന്നുള്ളത്. അപ്പൊ നമ്മൾ സജ്ജരായിരിക്കുകയാണ്. നമ്മൾ സജ്ജരായിരിക്കുക, ആ സജ്ജരാകുന്ന ഒരു പ്രക്രിയയാണ് ഈ മോക്ക് ഡ്രില്ലിലൂടെ നടക്കുന്നത്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ മിഥുൻ വിജയകുമാർ, ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രസ്താവന അത് BJP അതിന് തിരിച്ചടിച്ചുകൊണ്ട് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഇപ്പോഴും പാകിസ്ഥാന്റെ നാവായി പ്രവർത്തിക്കുന്നുവെന്ന്. പക്ഷെ ഒരു ഇന്റലിജൻസ് വീഴ്ച ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ എന്നാണ് കോൺഗ്രസിന്റെ വാദം ഇതിനെക്കുറിച്ച്. അല്ല മഞ്ജുഷ, ഇതൊരു ഇന്റലിജൻസ് വീഴ്ച ചൂണ്ടിക്കാണിക്കല്ല. ഇന്റലിജൻസ് വീഴ്ച അവിടെ ഉണ്ടായി. അതിപ്പോ ഓരോ അറ്റാക്ക് നടന്നപ്പോഴും, അതിപ്പം മുംബൈ അറ്റാക്ക് ആണെങ്കിലും ഡൽഹിയിലെ സ്ഫോടനങ്ങളാണെങ്കിലും മറ്റേത് സ്ഫോടനം നടന്നപ്പോഴൊക്കെ ആണെങ്കിലും ഏതൊക്കെ ടെറർ അറ്റാക്ക് നടന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അവിടെ ഒരു അറ്റാക്ക് നടന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞത് അതല്ല. പ്രധാനമന്ത്രിക്ക് കൃത്യമായ വിവരം ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ചെന്നും 3 ദിവസം മുമ്പ് തന്നെ പ്രധാനമന്ത്രിക്ക് ഇതിനെക്കുറിച്ച് വിവരം കിട്ടിയെന്നും അത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ മല്ലികാർജ്ജുൻ ഖാർഗെ അതായത് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഏതാണ് ആ ന്യൂസ് പേപ്പർ എന്നെങ്കിലും കോൺഗ്രസ് പറയേണ്ട ഇവിടെ. ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമ്പം ഒരു ഭാഗത്ത് അവരൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണ്, ഞങ്ങൾ രാജ്യത്തോടൊപ്പമാണ്, ഞങ്ങൾ ഗവൺമെന്റിനോടൊപ്പം എല്ലാ കാര്യത്തിലും സഹകരിക്കുമെന്ന്. മറുഭാഗത്ത് അവരുടെ നേതാക്കൾ ഓരോ ദിവസമായിട്ട് ഇപ്പൊ വന്ന് അവസാനം കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത്രയധികം എന്താ പറയുക, പാകിസ്ഥാൻ നമ്മളെ ഡിപ്ലോമാറ്റിക്കലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ പാകിസ്ഥാന്റെ പൊസിഷൻ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള, ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ചില കാര്യങ്ങളാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയട്ടെ, ഈ UN പാകിസ്ഥാൻ പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെയും ഒമർ അബ്ദുള്ളയുടെ ഒക്കെ ട്വീറ്റ്സ് ആണ് കോട്ട് ചെയ്തുകൊണ്ട് കാണിക്കാറുള്ളത്. അതായത് ജമ്മു ആൻഡ് കാശ്മീരിലെ സിവിൽ ലിബർട്ടീസ് തകരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ കോട്ട് ചെയ്യുന്നത് പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഒക്കെ ട്വീറ്റ് ആണ്. അപ്പൊ ഇവിടെ പാകിസ്ഥാനിന് വേണ്ടി ഒരു ഇൻസൈഡർ ജോബ് ചെയ്യുന്ന കാര്യം എന്തിനാണ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ് കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളത്? നമ്മൾ പല സ്റ്റേറ്റ്മെന്റ്സും കണ്ടില്ലേ, ഇപ്പം കേരള പ്രദേശ് കോൺഗ്രസിന്റെ ട്വീറ്റ് പോലും കണ്ടില്ലേ നമ്മൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് എന്തുകൊണ്ട് കുറച്ചുകൂടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നിലപാട് സ്വീകരിച്ചുകൂടാ? കാരണം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ അവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു തൽക്കാലത്തേക്ക് ഈ ഒരു പ്രശ്നം കഴിയുന്നവരെങ്കിലും രാജ്യത്തോടൊപ്പം നിൽക്കാം എന്ന് ചിന്തിക്കാൻ കോൺഗ്രസ് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള വലിയ ചോദ്യമല്ല അവിടെ. പിന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് മഞ്ജുഷ, പാകിസ്ഥാൻ എപ്പോഴൊക്കെ യുദ്ധത്തിന് ഒരുങ്ങിയിട്ടുണ്ടോ, അതിപ്പം 47 അവരുടെ ട്രൈബൽ ഇൻവേഷൻ ആണെങ്കിലും 71 യുദ്ധമാണെങ്കിലും അല്ലെ 99 ഹൈ ആൾട്ടിറ്റ്യൂഡ് കോൺഫ്ലിക്റ്റ് ആണെങ്കിലും എപ്പോഴും പാകിസ്ഥാൻ ഒന്നുകിൽ റിട്രീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സറണ്ടർ ചെയ്തിട്ടുണ്ട്, അവരുടെ മിലിറ്ററി ഹ്യൂമിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇനി അതും അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക്കലി കോർണർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം അതൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. കാരണം അവരുടെ ഓരോ യുദ്ധത്തിനും ഒരു പാറ്റേൺ ഉണ്ട്. അതായത് ഒരു മോശമായ പ്ലാനിങ്, അവരുടെ മിലിറ്ററി കമാൻഡേഴ്സ്, ഈ പറയുന്ന പൊളിറ്റീഷ്യൻസ് തുടക്കത്തിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഓവർ കോൺഫിഡൻസ് അവർ കാണിക്കും, അവരുടെ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരും. പിന്നെ ഇന്ത്യൻ ആർമിയുടെ സ്ട്രെങ്ത്തിനെ അവർ പലപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താണ് കാണാറുള്ളത്. പക്ഷേ
ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്കം എന്താണെന്ന് നോക്കിയാൽ നമുക്ക് എല്ലാ തവണയും കാണാൻ പറ്റും പാകിസ്ഥാൻ ഭയങ്കരമായിട്ട് ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടുകയാണ്. ഈ തവണയും നമുക്ക് ഈ പറയുന്ന പാറ്റേൺസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാം. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇപ്പോൾ ഒരു എന്താ പറയുക ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം 4ാമത്തെ ശക്തിയാണ്. പാകിസ്ഥാൻ ആണെങ്കിൽ അതിൽ വളരെ താഴെയാണ്. അപ്പോൾ 12ാമത്തെ സ്ഥാനങ്ങളാണ് പാകിസ്ഥാന്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ പാകിസ്ഥാൻ എന്തുകൊണ്ടും ഇന്ത്യയോട് ഒരു ഡിഫൻസിന് എന്താ പറയുക ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു അഗ്രസീവ് മെഷർ സ്വീകരിക്കാൻ പറ്റിയൊരു പൊസിഷൻ അല്ല പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അതേസമയം പാകിസ്ഥാന്റെ എക്കണോമിക് സ്റ്റേറ്റസ് നമ്മൾ നോക്കുകയാണെങ്കിലും ഇന്ത്യ കൂടുതലും പാകിസ്ഥാനെ എക്കണോമിക്കലി ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാകിസ്ഥാന്റെ ഫോറക്സ് റിസർവ്സ് ഓരോ ദിവസമായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റേറ്റിംഗ് ഏജൻസിയായ മൂഡീസിന്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് യുദ്ധം ഉണ്ടായ പാകിസ്ഥാന്റെ കാര്യം വലിയ തകർച്ചയിലേക്ക് പോകുമെന്നും എന്നാൽ ഇന്ത്യക്ക് അത് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് മൂഡീസിന്റെ ഒരു റിപ്പോർട്ടിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ വലിയൊരു എന്താ പറയുക ഒരു തകർച്ചയിലേക്ക്, ഇപ്പോൾ ഇന്ത്യ ഒരു ആയുധം പോലും എടുക്കാതെ തന്നെ പാകിസ്ഥാൻ വലിയൊരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു യുദ്ധം നടത്തണമെങ്കിൽ പോലും ഒരു എന്താ പറയുക ലോൺ എടുത്ത് യുദ്ധം നടത്തേണ്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഉള്ളത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തെക്കാൾ കൂടുതൽ ഇന്ത്യക്ക് അകത്തുനിന്ന് വരുന്ന ഇങ്ങനെയുള്ള ചില ശബ്ദങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അവിടെ കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾ BJPക്ക് എതിരെ നിൽക്കുന്ന പാർട്ടികൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് എടുക്കണം. ശരി മിഥുൻ, ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യോമസേന നാളെ വ്യോമാഭ്യാസ പ്രകടനം നടത്തും എന്നുള്ളതാണ്. അത് അതിർത്തിയിലായിരിക്കും ഉണ്ടാവുക എന്നുള്ള വിവരവും വരികയാണ്. ഡൽഹിയിൽ നിന്നാണ് ആ റിപ്പോർട്ടുകൾ വരുന്നത്. ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ മിഥുൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു വീഴ്ച ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. ഈ യുദ്ധത്തിൻ്റെ ഒരു കാർമേഘം ഉരുണ്ടുകൂടിയ പശ്ചാത്തലത്തിൽ രാജ്യം ഒരു ശബ്ദത്തിൽ വേണം കാണേണ്ടതും പ്രവർത്തിക്കേണ്ടതും മുന്നേറേണ്ടതും. അപ്പോൾ അപശബ്ദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ആർക്കും പ്രത്യേകിച്ച് സ്കോർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്നുള്ളൊരു പശ്ചാത്തലത്തിൽ മറ്റു വാക്കുകൾ ആരെക്കൊണ്ടും പറയിക്കരുത്. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ഒമർ അബ്ദുള്ളയുടെ പരാജയമാണ് പഹൽഗാമിൽ സംഭവിച്ചതെന്ന് പറയാമല്ലോ. അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട്, അവിടെ വേണ്ട രീതിയിലുള്ള സെക്യൂരിറ്റി നിർത്താത്തത് എൻ്റെ കുഴപ്പമാണ്, അതെൻ്റെ തെറ്റാണ് എന്ന് അദ്ദേഹം അസംബ്ലിയിൽ പറയുകയും മാപ്പ് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മനസാക്ഷിയുള്ള രീതിയിൽ അവർ പ്രവർത്തിക്കുകയും ഒമർ അബ്ദുള്ളയ്ക്കെതിരെ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകിച്ച് ഒരു ആക്ഷനോ നടപടിയോ ഒരു ക്രിട്ടിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പോലും നടത്തിയിട്ടില്ല. അവിടുത്തെ ഇൻ്റലിജൻസ് ഫെയിലിയറിൻ്റെ കാര്യം അത് 100% ഇൻ്റലിജൻസ് സക്സസ് ആവാൻ ഒരു രാജ്യത്തിനും പറ്റില്ല. അത് എപ്പോൾ വേണമെങ്കിലും ആർക്കും എവിടെ നിന്ന് വേണമെങ്കിലും ഒരു അറ്റാക്ക് വരാം. അതാണല്ലോ ഈ സ്ലീപ്പിംഗ് സെൽസ് എന്ന് പറയുന്നതാണല്ലോ. അതെന്തുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ തീവ്രവാദ ഗ്രൂപ്പുകൾ അവർ പരസ്യമായിട്ട് കാണത്തില്ല. കേരളത്തിൽ പോലും അതുണ്ടെന്നാണ് പറയണത്. അപ്പോൾ എങ്ങനെ ഇൻ്റലിജൻസിൽ പിടിക്കാൻ പറ്റും? അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഒരു സാഹചര്യം വരുമ്പോഴാണ് അവർ ഉണർന്ന് പ്രവർത്തിക്കുന്നതും അതിൻ്റെ ഫലമായുള്ള നടപടികളെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ സേഫായിട്ട് നിൽക്കാനുള്ള നടപടികൾ ചെയ്യുക. ശശി തരൂർ അന്ന് പറഞ്ഞതാണ് വളരെ വ്യക്തമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവ പാരമ്പര്യം ഡിപ്ലോമസിയിലുള്ളത് കൊണ്ടായിരിക്കാം. നോ കൺട്രി ക്യാൻ സെക്യൂർ 100% ഇൻ്റലിജൻസ് പ്രൂഫ്. അത് ഒരിടവും പറ്റില്ല. അത് പ്രായോഗികമായിട്ട് ശരിയാണ്. ഇത്രയും വലിയൊരു രാജ്യത്തിന് അതൊരിക്കലും പറ്റില്ല. പിന്നെ ഇവിടെ തീർച്ചയായിട്ടും പഹൽഗാമിൽ സംഭവിച്ചത് നമുക്കറിയാം. മിലിറ്ററി അറിയിക്കാതെ ടൂറിസ്റ്റ് സ്പോട്ട് ഡെവലപ്പ് ചെയ്ത് കൊടുത്ത് ഇല്ലെങ്കിൽ തുറന്നു കൊടുത്തതാണ് ഈ പ്രശ്നത്തിന്. ഇപ്പോൾ മുകളിൽ പഹൽഗാമിൻ്റെ നമ്മൾ കാണുന്ന താഴ്വരയിൽ പോലീസിനെ നിർത്തിയാലും താഴെ നിന്ന് 2-3 കിലോമീറ്റർ 5 കിലോമീറ്ററോളം കുതിരപ്പുറത്തോ അങ്ങനെ പോണികൾ റൈഡ് ചെയ്തേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പട്ടാളം അവിടെ വേണ്ടി വരും, എല്ലായിടത്തും വേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞു. നമ്മൾ പരമാവധി ഒരു ശബ്ദത്തിൽ നിൽക്കുക. ഇപ്പോൾ ഈ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ നമുക്ക് ആർക്കും പരസ്പരം ഒരു പാർട്ടിക്കും ഒരു ഗവൺമെൻറ്റിനെതിരെയോ പറയേണ്ട, കാരണം രാജ്യ താല്പര്യമാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് പരസ്പരം ആരോപണത്തിന് പോകരുത്. കാരണം ആരോപണത്തിന് പോയാൽ തിരിച്ചും അങ്ങോട്ട് പറയുകയും ഈ പറയുന്നത് കൂടി വരികയും ഇത് മറ്റു മേഖലയിൽ കോട്ട് ചെയ്യപ്പെടും. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ട്വിറ്റർ ഹാൻഡിലിനെ പാകിസ്ഥാനിൽ കോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഈ സാഹചര്യത്തിൽ ശരിയല്ല. അപ്പോൾ നമ്മളങ്ങനെ അതിനുള്ള അവസരം കൊടുക്കരുത്. ഇന്നിപ്പോൾ ജനാധിപത്യത്തിനകത്ത് നമ്മുടെ ജനാധിപത്യം ആണെങ്കിൽ പോലും നമ്മുടെ അതിർത്തികൾ ഉള്ളിൽ നിർത്താവുന്ന ഒരു വാർത്താവിനിമയ സംവിധാനമല്ല. നമ്മൾ ആഘോഷത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ അത് ലോകമെമ്പാടും അറിയുകയാണ്. അതുകൊണ്ട് തന്നെ ട്വിറ്റർ ആയാലും ഏത് രീതിയിലാണെങ്കിലും അത് ഫേസ്ബുക്ക് ആയാൽ പോലും എല്ലാം പുറത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ കഴിയുന്നതും
നിയന്ത്രിക്കണം. പ്രത്യേകിച്ച് ഈ ഡ്രില്ല് വരുന്ന സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഒരു സംഘട്ടനം പൊട്ടിത്തെറിക്കാം. അത് വലിയ രീതിയിൽ യുദ്ധമാകുമെന്ന് നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അത് പാകിസ്ഥാൻ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതിനനുസരിച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ ശരി, ശ്രീ കേണൽ ഡിന്നി, ഇപ്പോൾ ഈ എയർ റെയ്ഡ് വാർണിംഗ് ആണല്ലോ അതിൻ്റെ ഒരു തുടക്കം, ഈ മോക്ക് ഡ്രില്ലിൻ്റെ. അതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും? കേരളത്തിന് പരിചിതമായ ഒരു കാര്യമല്ല ഇത്തരത്തിലുള്ള മോക്ക് ഡ്രിൽ. ശ്രീ മഞ്ജുഷ്, അപ്പം ഈ സാധാരണ എയർ റെയ്ഡ് വരുന്നത് ഒരു സൈറൻ ആദ്യം മുഴങ്ങും. അപ്പൊ ആ സൈറൻ മുഴങ്ങുമ്പം ഓരോ പൗരന്മാരും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ആ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് ആദ്യം അവരെ ഈ മോക്ക് ഡ്രിൽ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടുള്ളത്. അതായത് ഇപ്പൊ ബിൽഡിങ്ങിനകത്തൊക്കെ ആണെങ്കിൽ ഇപ്പൊ പകൽ സമയത്താണെങ്കിൽ വേറെ രീതിയാണ്, രാത്രി സമയത്താണെങ്കിൽ വേറെ രീതിയാണ്. പകൽ സമയത്താണെങ്കിൽ ഇപ്പൊ ബിൽഡിങ്ങിനൊക്കെ നമ്മൾ ഒരു എന്താ പറയുക എർത്ത് ക്വേക്ക് ഒക്കെ വരുമ്പോൾ മാറി നിൽക്കുന്ന പോലെ അതേപോലത്തെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ രാത്രിയാണെങ്കിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് എന്ന് പറയും, അതായത് ഒരു ലൈറ്റും ഓൺ ആക്കാത്ത രീതി. കുറച്ചൊക്കെ ഈ ഇപ്പോഴത്തെ സമയത്തിന്റെ ഒരു അതായത് ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ഇതൊക്കെ എത്രമാത്രം ഫലപ്രദമാണെന്ന് അറിയത്തില്ല. കാരണം ഇപ്പൊ എല്ലാം ടെക്നോളജി വെച്ചിട്ട് രാത്രി ആയാലും പകലായാലും എത്ര ദൂരമാണെങ്കിലും പിൻ പോയിന്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പൊതുജനങ്ങൾക്ക് രാത്രി ആകുമ്പം ബ്ലാക്ക് ഔട്ട് ഡ്രിൽ എന്ന് പറഞ്ഞ്, അതായത് എല്ലാ ലൈറ്റും ഓഫ് ചെയ്തു. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ബ്ലാങ്കറ്റ്സ് ഒക്കെ വെച്ചിട്ട് ലൈറ്റ് ഒന്നും പുറത്തു പോകാത്ത രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു, പ്രത്യേകിച്ച് പഞ്ചാബ് രാജസ്ഥാൻ ബോർഡറിലൊക്കെ ആ ഏരിയയിലൊക്കെ. പക്ഷെ ഇപ്പം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ്, അത് സൈറൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ആക്ഷൻ എടുക്കണം, ആ ആക്ഷന്റെ ഭാഗമായിട്ട് ഇപ്പം സ്കൂളിലാണ് അങ്ങനെയാണെങ്കിൽ സ്കൂൾ കുട്ടികൾ ടേബിളിന്റെ താഴെയിലൊക്കെ പോവുക, അങ്ങനെയൊക്കെ ഇരിക്കുക. അല്ലെങ്കിൽ വെളിയിലാണെങ്കിൽ എവിടെയെങ്കിലും ഓപ്പൺ സ്ഥലത്തൊക്കെ ആണെങ്കിൽ എങ്ങനെ എല്ലാവരും താഴെ കിടക്കുന്ന പൊസിഷൻസ്. അപ്പം ഇലക്ട്രിക് പോളിനൊക്കെ ദൂരെ നിൽക്കുക. അപ്പൊ ധാരാളം കാര്യങ്ങൾ അതിന്റെ വോളണ്ടിയേഴ്സിന്റെ തന്നെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ അത് ഫസ്റ്റ് അവർ ഈ വോളണ്ടിയേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരും, ഓരോരുത്തർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ആണ് പിന്നീട് ഓരോ ഏരിയ വൈസ് അവരെ ട്രെയിനിങ് കൊടുക്കുന്നത്. ആ ട്രെയിൻ ചെയ്ത ആളുകൾ പിന്നീട് മറ്റുള്ള ലൊക്കാലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ അടുത്ത് പോയി അത് ചെയ്ത് ആ ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പം ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ശ്രീ മഞ്ജുഷ് പറഞ്ഞ പോലെ എയർ സൈറൻ ആയിരിക്കും, എയർ റെയ്ഡിന്റെ സൈറൻ ആയിരിക്കും. അപ്പൊ ആ സൈറൻ നേരത്തെ ഗോകുമാർ സാർ പറഞ്ഞ പോലെ 71 കേട്ടിട്ട് തിരുവനന്തപുരത്ത് അത് കഴിഞ്ഞിട്ട് ഇന്നേ വരെ അത് അങ്ങനെ ഒരെണ്ണം കേൾക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ ഒരു പുതിയ ജനറേഷനൊക്കെ സംബന്ധിച്ചോളം അത് വലിയൊരു കാര്യമാണ്, വലിയൊരു ഒരു എന്താ പറയുക ഒരു അറിവാണ്. ആൻഡ് മോർ ദാൻ അറിവ്, എനിക്ക് തോന്നുന്നു ഈ ഗവൺമെന്റിന്റെ ഉദ്ദേശം നമ്മളെ മനസ്സിനകത്ത് ഇത് വരികയാണ്, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അപ്പൊ ഒരു കോഷൻ എന്നുള്ള രീതിയിൽ നമ്മളെ മനസ്സിൽ വരും. അപ്പൊ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സിവിൽ ഡിഫൻസിന്റെ ഇതൊരു കാര്യമേ നമ്മൾ ഒരിക്കൽ പോലും ആലോചിച്ചില്ലെങ്കിൽ അപ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ് ഇത്. ഇങ്ങനെ ഓൾറെഡി പറഞ്ഞ് ആരെങ്കിലും ഒക്കെ ചെയ്യുന്നത് ഇപ്പൊ ടി വി തന്നെ ഓൾറെഡി ഇന്ന് പല സ്ഥലങ്ങളിലും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതൊക്കെ കാണുമ്പോൾ മെന്റലി ആളുകൾ പ്രിപ്പയർഡ് ആയിരിക്കും. അതായത് ലൈറ്റ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന്റെ ഭാഗമാണ്. പക്ഷെ ഇതിന്റെ ഒരു കാര്യം കൂടെ നമ്മൾ തീർച്ചയായിട്ടും പറയണം. അതായത് കൂടുതൽ അമിതമായിട്ടുള്ള ഒരു വാർ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ ആളുകളെ തള്ളിവിടേണ്ട ആവശ്യവുമില്ല. ഇതൊരു ഡ്രില്ലാണ്. അതിന്റെ ആ രീതിയിൽ മാത്രം കണക്കാക്കി വേണം പോവാൻ. അതിനെ കൂടുതൽ പരിഭ്രാന്തി അങ്ങനത്തെ ഉള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു എന്ത് നടക്കും എന്നൊക്കെ ഉള്ള ഒരു രീതിയിലേക്കുള്ള ഒരു ആളുകളുടെ ഇടയ്ക്ക് ഒരു ഹിസ്റ്റീരിയ വരാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാനെന്നുള്ള ഒരു കാര്യം എനിക്കൊന്ന് മാധ്യമ പ്രവർത്തകരും എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് ഇപ്പം നമുക്ക് പറയാൻ. കേരളത്തിലെ കൂടി ഇതിൽ തെരഞ്ഞെടുക്കാം. മോക്ക് ഡ്രില്ലിന്റെ പരിധിയിൽ വരുന്ന ജില്ലകളിൽ കേരളം കൂടി ഉൾപ്പെടുകയാണല്ലോ, ഇല്ല? ഡിഫൻസ് ജില്ലകൾ എന്നുള്ളതാണല്ലോ, അത് റവന്യൂ ജില്ലകളല്ല, ഡിഫൻസ് ജില്ലകൾ എന്നുള്ളതാണല്ലോ. അതിൽ കേരളം വരുവാനുള്ള കാരണം എന്താണ് കേണൽ ഡെന്നി? അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യയുടെ മൊത്തം ഭാഗത്തും അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കേരളത്തിൽ കൊച്ചിയും ട്രിവാൻഡ്രമാണ്. അപ്പൊ ഒന്ന് പണ്ടത്തെ കുറച്ചുകൂടെ അന്നത്തെ സമയത്തൊക്കെ കുറച്ച് പോപ്പുലേഷൻ വൈസ് ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളും അതിനകത്ത് ക്വാളിഫൈ ആവുന്ന ഒരു രീതിയിലുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പാകിസ്ഥാനെ സംബന്ധിച്ചോളം പാകിസ്ഥാന്റെ ഇതുപോലത്തെ മിസൈലുകൾ, അതായത് ഈ റേഞ്ചിലുള്ള മിസൈലുകൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് സമുദ്രമാർഗത്തിൽ കൂടെ തന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ട്. എനിക്ക് തോന്നുന്നു ഗോകുമാർ സാർ, എനിക്ക് 71 കൊച്ചിയിലൊക്കെ ഏതോ രീതിയിൽ ചെറിയ രീതിയിൽ എന്തോ നടന്നിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊരു കോസ്റ്റൽ ഏരിയ ആണ്. തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ സെക്യൂരിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലാണെങ്കിൽ തന്നെയും കൊച്ചിയും ട്രിവാൻഡ്രം പോലുള്ള സിറ്റീസിൽ കൂടുതലും. പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലും മോക്ക് ഡ്രിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ട് കോസ്റ്റൽ സ്റ്റേറ്റ് ആയതുകൊണ്ട്, ഒരു സമുദ്രവുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ടും നമുക്ക് ധാരാളം ചാലഞ്ചസ് ഉള്ള ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ടും തീർച്ചയായിട്ടും കേരളവും ആ മോക്ക് ഡ്രിൽസിന്റെ ഭാഗമാവണം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഓൾറെഡി ചീഫ് സെക്രട്ടറിയും മറ്റു ആളുകളെല്ലാം കൊടുത്തിട്ടുള്ളത്.
ശരി, ശ്രീ സേനാപതി വേണു, താങ്കൾ പറഞ്ഞതിന് മിഥുൻ ഒരു മറുപടി നൽകിയിരുന്നു. ഇന്റലിജൻസ് വീഴ്ച അല്ല കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചത്, മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു എന്നാണ്. തെറ്റായ ഒരു വ്യാഖ്യാനമല്ലേ ഇക്കാര്യത്തിൽ നൽകുന്നത് കോൺഗ്രസ്? അല്ല, ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ എവിടെയാണ് എത്തുന്നത്? അത് ഭരണ നേതൃത്വത്തിലേക്കാണ് കൊടുക്കുന്നത്. അല്ലാതെ ഇന്റലിജൻസ് ഓഫീസർമാർ അവരുടെ സുപ്പീരിയേഴ്സിന് കൊടുക്കുന്നു, അതിനപ്പുറത്തേക്ക് അത് മുകളിലേക്ക് പോവുകയാണ്. അതെന്തിനാണ് മുകളിലേക്ക് പാസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന കാര്യങ്ങൾ അത് നടന്നിട്ടല്ല. ഇപ്പൊ ശശി തരൂർ പറഞ്ഞതിനെ കുറിച്ച് ശ്രീ ഗോപകുമാർ സാറോട് പറഞ്ഞല്ലോ, എല്ലാ ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ശരിയാകണമെന്നില്ല, അത് അവർക്ക് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതാണ്. അങ്ങനെ കൊടുത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജമ്മു ആൻഡ് കശ്മീരിലെ ചില പ്രദേശങ്ങളിലെങ്കിലും ഭീകരന്മാരുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് ഉണ്ടായിട്ടും മതിയായ പ്രിക്വേഷൻ എടുത്തില്ല എന്നൊരു വ്യാഖ്യാനമാണ് ശ്രീ മല്ലികാർജുന ഖർഗെ അദ്ദേഹം പറഞ്ഞതും ഉദ്ദേശിച്ചിട്ടുള്ളതും. അതിനപ്പുറത്തേക്ക് മറ്റൊരു വ്യാഖ്യാനവും ഇപ്പോൾ ഈ ഘട്ടത്തിൽ കൊടുക്കേണ്ടതായിട്ടില്ല. പിന്നെ വേണമെങ്കിൽ നമുക്കത് എന്താ പറഞ്ഞ ഒരു ആരോപണമായിട്ടൊക്കെ അദ്ദേഹം ഇപ്പോൾ അത് പറയാൻ പറ്റുമായിരുന്നോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയണ്ട എന്നുള്ള അഭിപ്രായമുള്ളവരുമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള വീഴ്ചകൾ അത് സമയാസമയങ്ങളിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ആ ഇന്റലിജൻസ് റിപ്പോർട്ട് അങ്ങനെ ഉണ്ടായിരുന്നത്, ആ റിപ്പോർട്ടിന് ആധാരമായ ഒരു മുൻകരുതൽ അവിടെ എടുത്തിരുന്നുവെങ്കിൽ ഈ 26 നിർദോഷികളായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയില്ലായിരുന്നു എന്ന് മാത്രമല്ല, ഒറ്റ ദിവസം കൊണ്ട്, അതായത് സ്വിച്ച് ഇട്ട പോലെ കശ്മീരിലെ ടൂറിസം മേഖല അപ്പാടെ അത് ബ്ലോക്ക് ആകുന്ന ഒരു സാഹചര്യവും ഒരു സ്ഥിതിവിശേഷവും അവിടെ ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെടിവെപ്പ് പോലീസുമായിട്ടൊക്കെ നടന്നിരുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് ഏകപക്ഷീയമായ ഈ കൊലപാതകം, ഈ ജനോസൈഡ് എന്ന് പറയാം, ഇത് കൂട്ടക്കൊല, ഇത് നടത്തുവാൻ അവർക്ക് അവസരമുണ്ടായത് അത് ഏതെങ്കിലും തരത്തിലുള്ള ഇന്റലിജൻസിന്റെ ഒരു വീഴ്ചയോ അല്ലെങ്കിൽ സുരക്ഷാ ചുമതലയിൽ ഉള്ള ഉദ്യോഗസ്ഥരുടെ. ശ്രീ സേനാപതി വേണു, ഞാനൊന്ന് ഇടപെടുകയാണ്. ഈ മോക്ക് ഡ്രിൽ എങ്ങനെയാണ് കേരളത്തിൽ നടത്തുന്നത് എന്നതിനെ കുറിച്ചുള്ള വിശദമായ ഒരു മാനദണ്ഡം, ഒരു പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറി. അതിൽ പറയുന്നത് നാളെ വൈകിട്ട് 4 മണിക്കായിരിക്കും മോക്ക് ഡ്രിൽ തുടങ്ങുന്നത്. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പിന്റെ വിവിധ വശങ്ങൾ ഇന്ന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. അതിന് കമ്മ്യൂണിറ്റി തല ഇടപെടലുകൾ, ഓരോ സമൂഹത്തിൽ നിന്നുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ ഇടപെടലുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിലെ നിർദ്ദേശങ്ങൾ മോക്ക് ഡ്രിൽ സമയത്ത് എല്ലാ ലൈറ്റുകളും ഓഫാക്കേണ്ടതും അടിയന്തര ഘട്ടത്തിൽ വെളിച്ചം ഉപയോഗിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ, ഇത് രാത്രി സമയത്തെ കാര്യങ്ങളാണ് പറയുന്നത്. നേരത്തെ ബ്ലാക്ക് ഔട്ട് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നുവല്ലോ ഇവിടെ. അടിയന്തര സാഹചര്യത്തിൽ വീടുകളിൽ നിന്ന് വെളിച്ചം പുറത്തു പോകാതിരിക്കാൻ ജനാലകളിൽ കട്ടിയുള്ള കാർഡ്ബോർഡുകളോ കർട്ടനുകളോ ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ജനാലകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ബാറ്ററി, സോളാർ ടോർച്ചുകൾ, ഗ്ലോ സ്റ്റിക്കുകൾ, റേഡിയോ എന്നിവ കരുതുക. 2025 മെയ് 7-ന് 4 മണിക്ക് സൈറൺ മുഴങ്ങും. അതായത് നാളെ വൈകിട്ട് 4 മണിക്ക് സൈറൺ മുഴങ്ങും. അപ്പോൾ എല്ലാ ഇടങ്ങളിലെയും, അത് വീടുകളും ഉൾപ്പെടുന്നു, ഓഫീസുകൾ ഉൾപ്പെടുന്നു, മറ്റ് സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നു, അകത്തെയും പുറത്തെയും ലൈറ്റുകൾ ഓഫ് ചെയ്യേണ്ടതാണ്. എല്ലാ വീടുകളിലും പ്രാഥമിക ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കുക. ഇതിൽ മരുന്നുകൾ, ടോർച്ച്, വെള്ളം, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ ഉൾപ്പെടുത്തുക. വീടിനുള്ളിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുക. ബ്ലാക്ക് ഔട്ട് സമയത്ത് അവിടേക്ക് മാറുക. ഇങ്ങനെ നിരവധി നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് ഔട്ട് സമയത്ത് കുട്ടികളുടെയും വളർത്തുമൃഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുക. തീപിടുത്തം ഒഴിവാക്കാൻ ബ്ലാക്ക് ഔട്ട് സൈറൺ കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ്, വൈദ്യുത ഉപകരണങ്ങൾ ഓഫാക്കുക. ഇങ്ങനെ നിരവധി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് പരിചിതമായ ഒരു കാര്യമല്ല. ശരി, ശ്രീ സേനാപതി വേണു. അല്ല, നമുക്കിത് പരിചിതം അല്ല എന്ന് മാത്രമല്ല, ഒട്ടും പരിചിതമല്ല. നമ്മൾ പലപ്പോഴും TV സീരിയലിലൊക്കെ ആണല്ലോ പട്ടാളക്കാരെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഇപ്പോഴും പരിചയപ്പെടുന്ന പട്ടാളക്കാരൻ മീശ മാധവനിലെ പുരുഷു എന്നെ അനുഗ്രഹിക്കണമെന്നുള്ള ജഗതിയുടെ സീനുകളും ആ രീതിയിലൊക്കെയാണ് ഇപ്പോഴും നമ്മൾ പട്ടാളത്തെയും പട്ടാളക്കാരെയും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് സിവിൽ ഡിഫൻസ് നമുക്കൊട്ടും പരിചയമല്ല. നമ്മൾ ഈ അടുത്ത കാലത്താണല്ലോ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ സൈന്യം രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വരുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പൊ ഡെന്നി സാർ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ ലോകം കൈക്കുമ്പിളിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് എവിടെ വേണമെങ്കിലും മിസൈലുകളോ അല്ലെങ്കിൽ റോക്കറ്റുകളോ ഒക്കെ എത്തിച്ചേരാവുന്ന ഒരു കാലഘട്ടത്തിൽ ആക്രമണം എവിടെ വേണമെങ്കിലും ഉണ്ടാകാം. ഇനി പരമ്പരാഗതമായ യുദ്ധ സംവിധാനങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഒരു വലിയ കാഷ്വാലിറ്റി ഉണ്ടാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഡാം
ആ ഡാമിനെ എയിം വെച്ചുകൊണ്ട് ഇപ്പൊ ഇസ്ലാമാബാദിൽ നിന്ന് അവരുടെ ഒരു റോക്കറ്റ് അവർ ലോഞ്ച് ചെയ്യാൻ എയിം വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ഡാമിനെ കേന്ദ്രീകരിച്ചാണ് എങ്കിൽ അത് അവരങ്ങോട്ടത് അയക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും, തടയാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യും. പക്ഷെ അത് ഞാൻ പറഞ്ഞു വന്നത്, എവിടെ വേണമെങ്കിലും ഇനി ടാർഗറ്റുകൾ എവിടെ വേണമെങ്കിലും ഈ രാജ്യത്താകാം എന്നുള്ള ഒരു നിലയിൽ സയൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തിനാണ് മോക്ക് ഡ്രില്ല് നടത്തുന്നത്? അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദ എയിം ഓഫ് മോക്ക് ഡ്രില്ല് അത് കാഷ്വാലിറ്റിയെ ഏറ്റവും മിനിമം ആക്കുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിക്വേഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന അല്ല ക്യൂർ ആ ഒരു ഇതുണ്ടല്ലോ, മുൻകരുതൽ എടുക്കുകയാണ് രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുക എന്നതുപോലെ പരമാവധി ഈ കാര്യങ്ങളുടെ കാഷ്വാലിറ്റീസ് ഉണ്ടാകാതെ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ഇതിപ്പം വടക്കേ ഇന്ത്യൻ നഗരങ്ങളിൽ ഇപ്പോൾ ഡിന്നി സാറിനും ഞങ്ങളും ഒക്കെ ഈ ഗുരുദാസ്പൂർ അല്ലെങ്കിൽ അതിർത്തി പഠാൻകോട് മേഖലകളിലൊക്കെ ഇങ്ങനെ സൈറൺ മുഴങ്ങുമ്പോൾ ആളുകൾ സ്വയമായിട്ട് അവർ വീടുകളിലേക്ക് ഒതുങ്ങുന്നതും ബങ്കറുകളുള്ള പ്രദേശത്തേക്ക് ആളുകൾ സ്വാഭാവികമായിട്ട് ബങ്കറുകളിലേക്ക് പോകുന്നതും അതൊക്കെ അവിടെ ആളുകൾക്ക് പരിചിതമാണ്. പക്ഷേ നമ്മൾ ഭാഗ്യവാന്മാരാണ്, കാരണം നമ്മൾ മറ്റൊരു രാജ്യത്തിൻ്റെയും ആയി അതിർത്തി പങ്കിടുന്നില്ല, അതിർത്തി സംഘർഷങ്ങൾ നമുക്കില്ല. പിന്നെ വിശാലമായിട്ടുള്ള സമുദ്ര അതിർത്തികളാണ്. സമുദ്ര അതിർത്തികൾ കടന്നുള്ള ആക്രമണങ്ങൾ പോലും കാരണം അതിൻ്റെ ഒരു പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഈ പരമാവധി വേഗത്തിൽ പോകുന്ന യുദ്ധക്കപ്പൽ പോലും ഇപ്പോഴും 70 കിലോമീറ്റർ 80 കിലോമീറ്റർ വേഗത്തിലേ സഞ്ചരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 1200 കിലോമീറ്റർ ദൂരത്തിൽ നിന്നൊക്കെ ഇവിടെ ഒരു കപ്പൽ എത്തണമെങ്കിൽ ദിവസങ്ങൾ തന്നെ പിടിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ജലയുദ്ധം പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് ഒട്ടും പരിചിതമല്ല, നമ്മൾ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. നമ്മൾ വളരെ സുരക്ഷിതരാണ്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏത് സുരക്ഷിതമായ പ്രദേശങ്ങൾ പോലും ആക്രമിക്കപ്പെടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും മുൻകരുതൽ ഉണ്ടാകണം. ആ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മോക്ക് ഡ്രില്ലുകൾ നടത്തുന്നത്. മിഥുൻ, വിജയകുമാർ, ഒട്ടും പരിചിതമല്ലാത്ത ഒരു കാര്യമാണ് നമുക്ക്. കേരളത്തിൽ പലയിടങ്ങളിലും മോക്ക് ഡ്രില്ലുകൾ നടന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ രീതിയിലുള്ള ഒരു മോക്ക് ഡ്രിൽ അത് ഈ മാനദണ്ഡങ്ങൾ വായിക്കുമ്പോൾ തന്നെ അത്രമാത്രം എന്നല്ല, ഒട്ടും പരിചിതമല്ലാത്ത ഒന്നാണ്. നോക്കൂ മഞ്ജുഷ്, കേരളത്തിനൊരു വലിയ കോസ്റ്റ് ലൈൻ ഉണ്ട്. അവിടെ വളരെ പ്രധാനമായിട്ടുള്ള നമ്മുടെ സദൺ നേവൽ കമാൻഡിന്റെ ഒക്കെ ചില നേവൽ ബേസസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ സംരക്ഷിക്കുക. പിന്നെ പാകിസ്ഥാൻ ISIക്ക് ഒരു മെരിടൈം ലിങ്കിന്റെ ഹിസ്റ്ററി ഉണ്ട്. കാരണം നമ്മുടെ 1993 മുംബൈ ബ്ലാസ്റ്റ് അതിന്റെ സീ വഴിയായിരുന്നു ഓപ്പറേറ്റ് ചെയ്തത്. മാത്രമല്ല പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ISI നെറ്റ്വർക്ക്സ് ശ്രീലങ്കയിലും മാൽഡീവ്സിലും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് കേരളത്തിനോടുള്ള പ്രോക്സിമിറ്റി, ഒരു പൊട്ടൻഷ്യൽ വൾനറബിലിറ്റി അവിടെ സെൻസ് ചെയ്തിട്ടാണ് കേരളത്തിന് ഇതുപോലുള്ള മോക്ക് ഡ്രിൽസ് ഒക്കെ എന്താ പറയുക പ്രപ്പോസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ പണ്ട് ഒരു എന്താ പറയുക ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന ഒരു സമയത്ത്, യുദ്ധമല്ല ഒരു യുദ്ധം പോലത്തെ ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് ഞാനന്ന് അമൃത്സറിലായിരുന്നു. അപ്പോൾ ഞങ്ങളെ ആർമി കാന്റോൺമെന്റിൽ ഞങ്ങളുടെയൊക്കെ വീടിന്റെ മുന്നിൽ ഒരു ബങ്കർ പോലെ അവർ വന്നിട്ട് ഡിഗ് ചെയ്ത് പോയായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ഡ്രിൽസ് പലപ്പോഴും പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഒക്കെ പലർക്കും അത് സുപരിചിതമാണ്. കേരളത്തിൽ ഇത് ആദ്യമായിട്ടായതുകൊണ്ട് നമുക്കൊരു വലിയ എന്താ പറയുക ഒരു ഡിസ്കഷൻ ആയി തോന്നുന്നു. ബട്ട് ആസ് സച്ച് ഒരു യുദ്ധത്തിന്റെ സാഹചര്യം അവോയ്ഡ് ചെയ്യുക എന്ന് തന്നെയായിരിക്കും ഇന്ത്യ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു യുദ്ധം എന്ന് പറയുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ രണ്ട് രാജ്യങ്ങൾക്കും അത്ര ഒരു നല്ല കാര്യമല്ല. കാരണം നഷ്ടങ്ങൾ രണ്ട് ഭാഗത്തുണ്ടാവും. തീർച്ചയായിട്ടും പാകിസ്ഥാനും തിരിച്ചടിക്കും. അപ്പൊ അതിന്റെ നഷ്ടങ്ങൾ രണ്ട് ഭാഗത്തുണ്ട്. പക്ഷേ ഇപ്പൊ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ പാകിസ്ഥാനെ ഒരു സൈലൻസിലൂടെ സൈലൻസിന്റെ പവർ ശരിക്കും നമുക്ക് എപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ ഇന്ത്യക്കാണ് ഈ നെറേറ്റീവിന്റെ ടൈമിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതിപ്പം ഡിപ്ലോമാറ്റിക്കലി ആണോ അല്ലെങ്കിൽ എക്കണോമിക്കലി ആണോ അതൊരു ഫുൾ ഫ്ലെജ്ഡ് മിലിറ്ററി വാർഫെയറിലൂടെ ആണോ എന്നുള്ളത് നമുക്ക് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ലാക്ക് ഓഫ് പ്രഡിക്ഷൻ പാകിസ്ഥാനെ വലിയ രീതിയിൽ തകർക്കുന്നുണ്ട്. അവിടെയാണ് പാകിസ്ഥാന്റെ മിലിറ്ററി റിസോഴ്സസ് പാകിസ്ഥാൻ വലിയ രീതിയിൽ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വാർഫെയർ ആണോ ഇന്ത്യ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഒരു എന്താ പറയുക ഘട്ടഘട്ടങ്ങളായി പാകിസ്ഥാനെ തകർത്തുകൊണ്ട് പിന്നെ ഒരു എന്താ പറയുക ഒരു സ്ട്രോങ് ആയ ഡിപ്ലോമാറ്റിക് തിരിച്ചടിയാണോ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ആക്ഷൻ ആണോ ഒന്നും നമുക്കിപ്പോൾ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ പറയുക ആ ഒരു ക്വസ്റ്റ്യൻ, താങ്കൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഡിഫ്ലക്ട് ചെയ്തുകൊണ്ട് അതിനെ വീണ്ടും ന്യായീകരിക്കാൻ നോക്കുകയായിരുന്നു. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ ഇന്റലിജൻസ് സെക്യൂരിറ്റി ഫെയിലിയറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുംബൈ ടെറർ അറ്റാക്കിന്റെ സമയത്ത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്ന MK നാരായണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഇന്റൽ ലഭിച്ചിട്ട് പോലും ഗവൺമെന്റ് അതിലൊന്നും ആക്ട് ചെയ്യാൻ പോയിട്ടില്ല. അതിനെക്കുറിച്ച് ഇതുവരെ ഒരു കോൺഗ്രസ് നേതാവ് ഒരു കാര്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ നോക്കുകയല്ല. പക്ഷേ ഓരോ അറ്റാക്ക് നടക്കുന്ന സമയത്തും അവിടെ ഒരു ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടാവുന്നുണ്ട്, അവിടെ ഒരു സെക്യൂരിറ്റി വീഴ്ച ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിന് ആ ഒരു സെക്യൂരിറ്റി ഫെയിലിയർ ഇനി എങ്ങനെ ഉണ്ടാകാതിരിക്കും എന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുക എന്നതല്ലാതെ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെ പാകിസ്ഥാൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യയെ ഗ്ലോബൽ ഫോറംസിൽ നാണം കെടുത്താനോ ഉള്ള മെറ്റീരിയൽ സപ്ലൈ ചെയ്യരുത് എന്നാണ് എനിക്ക് ഇവരോട് അപേക്ഷിക്കാനുള്ളത്. ആസ് സച്ച് ഈ ഒരു വാർ പാകിസ്ഥാന്റെ ഫേവറിലല്ല. ഒരു വാർ നടക്കുകയാണെങ്കിൽ അത്
ഒരിക്കലും പാകിസ്ഥാന്റെ ഫേവറിലല്ല. അത് ഗ്ലോബലി ആണെങ്കിലും ഇനിയിപ്പോൾ അല്ല മറ്റേതെങ്കിലും തരത്തിലാണെങ്കിൽ പോലും പാകിസ്ഥാന് ഇന്ത്യയുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല പാകിസ്ഥാൻ ഇപ്പം നിൽക്കുന്നത്. സോ ആസ് സച്ച് ഈ ഒരു വാർ രണ്ട് രാജ്യങ്ങളും അവോയ്ഡ് ചെയ്യണം എന്ന് തന്നെയാണ് ഒരു ഇന്റർനാഷണൽ എന്താ പറയുക ഓഡിയൻസ് പോലും നോക്കിക്കാണുന്നത്. പക്ഷേ ശരിയാണ്. ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തും ഇത്തരത്തിൽ മോക്ക് ഡ്രില്ലിന്റെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ, കേന്ദ്രം പുറപ്പെടുവിച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു അതിനിർണായകമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് അനുമാനിക്കാവുന്നതാണല്ലോ. തീർച്ചയായിട്ടും നമ്മൾ പ്രിപ്പയർഡായിട്ട് തന്നെ ഇരിക്കുക. അത് തീരെ കുറഞ്ഞ രീതിയിലൊരു ലാഘവത്തോടു കൂടി ഇതിനെ കാണാൻ പറ്റില്ല. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ സുരക്ഷിതരാണ് എന്നുള്ളൊരു ധാരണ വേണ്ട. കാരണം പഴയ കാലത്ത് അന്നത്തെ ഭൂമിശാസ്ത്രപരമായൊരു സാഹചര്യത്തിൽ ഒരു കൺവെൻഷണൽ വാർ വരുമ്പോൾ പാകിസ്ഥാനായാലും ചൈനയായാലും പടിഞ്ഞാറൻ ഭാഗം, വടക്കൻ ഭാഗം, കിഴക്കൻ ഭാഗം, ദക്ഷിണേന്ത്യയുടെ ഭാഗത്തേക്ക് വരില്ല എന്നൊരു ധാരണയുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞു. ഇപ്പോൾ ഒരു ജിയോ പൊളിറ്റിക്കൽ റിലവൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഓഷ്യൻ വളരെ പ്രധാനമാണ്, അറേബ്യൻ സീയും പ്രധാനമാണ്. തീർച്ചയായിട്ടും ശ്രീലങ്കൻ ഹമ്പൻടോട്ട തുറമുഖം പോലും ചൈനയുടെ സ്വാധീനത്തിൽ നിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ കേരളം വളരെ ശ്രദ്ധിക്കണം. ടാർഗറ്റ് സൗത്ത് ഇന്ത്യയിലും വരാം. സ്ലീപ്പർ സെല്ലുകൾ സജീവമാണ്. അതിന് പുറമെ സജീവമാണ്. അതുകൊണ്ടാണ് ഇത്തരം മോക്ക് ഡ്രില്ലിനെ നമ്മൾ അതിൻ്റേതായ പ്രാധാന്യത്തിൽ കാണേണ്ടത്. ഇപ്പോൾ 71 പോലും ഞങ്ങളോട് ഇങ്ങനെയുള്ള എവിടെയാണ് ബങ്കർ അല്ലെങ്കിൽ കുഴി എവിടെയാണ് ഉള്ളത്, ഒളിഞ്ഞിരിക്കാൻ എവിടെയാണ് സൗകര്യം, ഗ്രൗണ്ട് ലെവലിൽ ഇരിക്കരുത്, ഇതൊക്കെയാണ് പറഞ്ഞ. ഗ്രൗണ്ടിൽ റോഡിൽ നിൽക്കരുത്, ഉള്ളിലോട്ട് നിൽക്കണം, വീട്ടിനകത്തല്ല മറ്റു സ്ഥലങ്ങളിലുണ്ടെങ്കിൽ കുഴിയുണ്ടെങ്കിൽ അവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞ ഓർമ്മകൾ ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അന്ന് യുദ്ധമെല്ലാം നടന്നത് നമുക്കറിയാം. പിന്നെ പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തും 71 കിഴക്കൻ ഭാഗത്തും ചൈനയുടെ വാർ വന്നപ്പോഴും നടന്ന മേഖലകളൊക്കെ നമുക്ക് ലഡാക്കും ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓർമ്മയുണ്ട്. ഇപ്പോൾ അതല്ല. ഇപ്പോൾ ടെക്നോളജി വർദ്ധിച്ചു, ജിയോ പൊളിറ്റിക്കൽ റിലവൻസ് വളരെയധികം മാറി, അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഓഷ്യനിലുള്ള പ്രാധാന്യവും വന്നു. അപ്പോൾ ഇത്തരം പശ്ചാത്തലത്തിൽ ശ്രീലങ്ക ചെറിയ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ വന്ന ഒരു കാലഘട്ടം നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുമായിട്ട് വിരുദ്ധതയുണ്ടായൊരു പശ്ചാത്തലം അറിയാം. പിന്നെ ചൈന എങ്ങനെയാണ് ശ്രീലങ്കയുടെ തുറമുഖങ്ങളിലെല്ലാം അവരുടെ താല്പര്യങ്ങൾ കാണിച്ച് അവിടെ സ്വാധീനിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ നമ്മളതിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു തുറമുഖം അവരുടെ കയ്യിലാണ് ഇപ്പോഴും. എത്രയോ കൊല്ലത്തെ കടം അവർക്ക് ശ്രീലങ്കയ്ക്ക് ഉള്ളതുകൊണ്ട് ചൈനയ്ക്ക് അവിടെ ഒരു ഡോമിനൻസ് ഉണ്ട്. ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള സഖ്യത്തെ നമ്മൾ ഒളിച്ചു വയ്ക്കേണ്ട കാര്യമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ഏത് ഭാഗത്തും ആക്രമണം വരാമെന്ന് ഇരിക്കെ സൗത്ത് ഇന്ത്യയും ഒട്ടും സേഫല്ല, കേരളവും ഒട്ടും സേഫല്ല. നോർത്ത് ഇന്ത്യയിൽ സ്വാഭാവികമാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മിലിറ്ററി ജോലി ചെയ്ത 2 പേര് നമ്മുടെ പാനലിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ യാത്രകളിലൊക്കെ നമുക്ക് നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ടും ഈസ്റ്റിൻ്റെ ഭാഗത്ത് നോർത്ത് ഈസ്റ്റ് സൈഡിൽ പോകുമ്പോഴും ആ ടെറിട്ടോറിയൽ വൾണറബിലിറ്റി നന്നായിട്ടറിയാം. പ്രത്യേകിച്ച് ചൈനയും പാകിസ്ഥാനും പ്രധാനപ്പെട്ട 2 ശത്രു രാജ്യങ്ങൾ, പിന്നെ അഫ്ഗാനിസ്ഥാൻ. അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒരു കണ്ടിന്യൂറ്റി ഭാരതത്തോടുണ്ട്. പക്ഷേ ഇവിടുത്തെ കണ്ടിന്യൂറ്റി വരുന്നത് സൗത്ത് ഇന്ത്യയിൽ വരുന്നത് ഓഷ്യനിൽ കൂടിയാണ്, കോസ്റ്റൽ ബെൽറ്റാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോസ്റ്റൽ ബെൽറ്റുള്ള ഒരു രാജ്യം, ഒരു സംസ്ഥാനം കേരളവുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഏരിയയും നമ്മൾ ശ്രദ്ധിക്കണം. മോക്ക് ഡ്രില്ലിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതിൻ്റെ എല്ലാ സീരിയസ്നെസ്സിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെയാണ് ഒരു ഓൾറൗണ്ട് സിഗ്നിഫിക്കൻസ്. മഞ്ജുഷ ചോദിച്ച ആ കാര്യം വളരെ റിലവൻസാണ്. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു സൂചന ഇവിടെ നൽകുന്നില്ലേ? നാളത്തോടു കൂടി അത് ആ സൂചനയുടെ ആഴം കൂടുകയും ചെയ്യും, ഇല്ലേ? കാരണം ഇത്രയും ബൃഹത്തായിട്ട് ഒരു മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതും ഇത്രമാത്രം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു, എത്രത്തോളം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം എന്ന് പൊതുജനത്തെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യം, അത് ബൃഹത്തായ ഒരു മാനദണ്ഡം തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്നു. അതിൽ ഏതാനും കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. അത് വീടുകൾ തോറുമുള്ള ഇടപെടലുകളാണ്. നാളെ വൈകിട്ട് 4 മണിക്കാണ് മോക്ക് ഡ്രിൽ നടക്കുക. അത് കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും മാത്രമല്ല, സംസ്ഥാനത്ത് മുഴുവനാണ്. എല്ലാ ജില്ലകളിലും മോക്ക് ഡ്രിൽ ഉണ്ടായിരിക്കും. മോക്ക് ഡ്രിൽ സമയത്ത് എല്ലാ ലൈറ്റുകളും ഓഫ് ആക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തര ഘട്ടത്തിൽ വെളിച്ചം ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ വീടുകളിൽ നിന്ന് വെളിച്ചം പുറത്തു പോകാതിരിക്കാൻ ജനാലകളിൽ കട്ടിയുള്ള കാർഡ്ബോർഡുകളോ കർട്ടനുകളോ ഉപയോഗിക്കേണ്ടതാണ്. അതായത് ഈ ബ്ലാക്ക് ഔട്ട് എന്നുള്ള സംവിധാനമാണല്ലോ അവിടെ, അതിൻ്റെ പരിശീലനമാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് നിരവധി മാർഗനിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ശ്രീ സേനാപതി വേണു, പൂർണ്ണമായിട്ടും ഇപ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ പരിശീലനം അതിനുവേണ്ടി ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ആ സമയത്ത് ദയവ് ചെയ്ത് രാഷ്ട്രീയ ആരോപണങ്ങളിൽ നിന്നും മുക്തമാകാൻ ഇനിയെങ്കിലും കോൺഗ്രസിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതൊക്കെ വളരെ എന്താ പറഞ്ഞ വളരെ മൈന്യൂട്ടായ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംവിധാനങ്ങളും ഗവൺമെന്റിന് ഒപ്പം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പിറകിൽ നിൽക്കുകയാണ്.
അപ്പോൾ ആ കാര്യത്തിൽ എന്താ പറഞ്ഞ ഒരു അഭിപ്രായ ഭിന്നതയും ആ കാര്യത്തിൽ ഇല്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത്, ആ ചോദ്യങ്ങൾ റിലവൻ്റ് ആയതുകൊണ്ട് മാത്രം ചോദിക്കുന്നു. ഇവിടെ എൻ്റെ ബഹുമാന്യായ സ്നേഹിതൻ ശ്രീ മിഥുൻ പറഞ്ഞത് ബോംബെയിലെ ഭീകരാക്രമണത്തെക്കുറിച്ച്. എനിക്ക് ബോംബെ വളരെ ദീർഘമായ പരിചയമുള്ള ഒരു സ്ഥലവും കൂടിയാണ്. ഞാൻ ജോലി ചെയ്തിട്ടുള്ളതാണ് അവിടെ. മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത് ഏരിയ ഹെഡ്ക്വാർട്ടർ കൊളാബയിൽ INS അശ്വിനി എന്ന് പറയുന്ന ഹോസ്പിറ്റൽ, ഇന്ത്യയിലെ തന്നെ നേവിയുടെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ, അതിന്റെ അടുത്ത സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ യൂണിറ്റ്. അപ്പം ഈ ബോംബെയിലൊക്കെ കാര്യം 92-ൽ വലിയ ബോംബ് സ്ഫോടനവും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണെങ്കിലും ബോംബെ വാസ് എ പീസ് സിറ്റി. അവിടെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് അവിടുത്തെ ആളുകളോട് പറഞ്ഞാൽ പോലും അവർ വിശ്വസിക്കുന്നില്ല. അത് അവിചാരിതമായി 1000-ൽ ഒക്കെ സംഭവിക്കുന്ന ഒന്നാണ്. പക്ഷേ കശ്മീരിന്റെ സ്ഥിതി അതല്ലല്ലോ. കശ്മീർ ഏത് സമയവും ഭീകരന്മാർ ആക്രമിക്കാം എന്നുള്ള ഒരു നിലയിൽ നിൽക്കുന്ന ഒരു പ്രദേശവും ആ പ്രദേശത്തെ സംബന്ധിച്ച് സെക്യൂരിറ്റിയുടെ എന്താ പറഞ്ഞ വീഴ്ചയുണ്ടായി എന്ന് പറയുന്നത് ബോംബെയിലെ പോലെയല്ല. കാരണം ബോംബെയിലെ ജനങ്ങളോട് ഇനി നിങ്ങൾ വീട്ടിലോട്ട് ഇന്ന് വൈകുന്നേരം എല്ലാവരും ഓടി കയറണം എന്ന് പറഞ്ഞാലും ആളുകൾ കയറത്തില്ല. കാരണം ഒരിക്കലും ഉറങ്ങാത്ത ഒരു പട്ടണം, എപ്പോഴും സജീവമായിട്ട് നിൽക്കുന്ന ആളുകൾ, ആ ആളുകളും ഈ പറഞ്ഞ പോലെ യുദ്ധമോ അല്ലെങ്കിൽ ഭീകരാക്രമണമോ വല്ലപ്പോഴും ഒക്കെ ബോംബെയിലെ ചില പ്രദേശങ്ങളിലൊക്കെ ഈ മതസംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലുള്ള അധോലോക നായകന്മാർ, പഴയ കരിംലാലായോ ഹാജി മസ്താനോ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ചില വെടിവെപ്പും ഇതൊക്കെ അല്ലാതെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീകരാക്രമണത്തിന് ഇരയാകുന്ന ഒരു പ്രദേശമായിരുന്നില്ല ബോംബെ എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അന്ന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകളെ അത് അവഗണിക്കുകയും അല്ലെങ്കിൽ അതിന് വേണ്ട പ്രാധാന്യം കൊടുക്കാതെ വരികയും ചെയ്തു. അതിന് രാജ്യം വലിയ വില കൊടുക്കേണ്ടതായിട്ടും വന്നു. പക്ഷേ എനിക്ക് സൂചിപ്പിക്കാനുള്ള മിഥുനോട്, ഒരു കാരണവശാലും കശ്മീരിലെ ഒരു ഇഷ്യൂമായി ബോംബെയെ നമ്മൾ തുലനം ചെയ്യരുത്. കാരണം ബോംബെക്ക് അപരിചിതമായ ഒന്നായിരുന്നു ഭീകരാക്രമണം. ഈ അജ്മൽ കസബിന്റെ നേതൃത്വത്തിൽ വന്ന ഈ ബോട്ട് അവിടെ വന്ന് പെട്ടെന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അവിടെ നിർത്തി, ഇവരെല്ലാം ചാടി ഇറങ്ങി ഭയങ്കരമായ ഫയറിംഗ് നടത്തി. അത് ബോംബെയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ്. പക്ഷേ ജമ്മു ആൻഡ് കാശ്മീരിലെ സ്ഥിതിവിശേഷം അതല്ല. എത്രയോ വർഷങ്ങളായി, ദശാബ്ദങ്ങളായി നടക്കുന്ന ഈ ഭീകരന്മാരുടെ ആക്രമണവും കൊലയും എല്ലാം നടക്കുന്ന ഒരു നാട്ടിൽ, പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷം ഉള്ള ഒരു കാലഘട്ടത്തിൽ അവിടെ സുരക്ഷയിലുണ്ടായ ഒരു വീഴ്ച, ആ വീഴ്ച അത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രതിസന്ധിക്കെല്ലാം കാരണം ആ സുരക്ഷയിലുണ്ടായ വീഴ്ചയാണല്ലോ. കാരണം ക്രിമിനലുകൾ ഏത് സമയവും ആക്രമണത്തിന് വേണ്ടി, ഒരു സിനിമയിൽ മമ്മൂട്ടിയെ പറ്റി പറയുന്നവരുണ്ടല്ലോ, നിങ്ങളെ കൊല്ലണമെന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ മരിച്ചേ മതിയാവും. കാരണം അയാൾ തീരുമാനിച്ചു കഴിഞ്ഞു, അയാൾക്ക് പിന്നെ നമ്മളെ കൊല്ലുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭീകര ആക്രമണം നടത്തുക എന്നുള്ളത് ഭീകരന്മാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ തടയുക എന്നുള്ളതാണ്. അത് തടയാൻ പരമാവധി ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടിടത്ത് ഇത്രയും വലിയൊരു ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായി. ആ വീഴ്ചയെ ശ്രീ മല്ലികാർജ്ജുൻ ഖർഗെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് കൊണ്ട് ഗവൺമെന്റ് ഇപ്പോൾ എടുക്കുന്ന എല്ലാ നടപടികളെയും, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് കാര്യത്തെയും പിന്തുണച്ചുകൊണ്ട്, കാരണം എല്ലാ നടപടികളും ഗവൺമെന്റിന് എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം മിലിറ്ററിയെ ഇതിനെ പൂർണ്ണമായും ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ഏത് സമയത്തും സമയവും സൗകര്യവും അല്ലെങ്കിൽ അതിന്റെ അവസരവും നോക്കി ആക്രമണം നടത്താനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോഴും നമ്മളെല്ലാവരും പങ്കുവെക്കുന്ന ഒരു ആശങ്കയുണ്ട്, ഒരു യുദ്ധത്തിലേക്ക് പോയി. കാരണം ലോകത്ത് ഒരു യുദ്ധവും ഒന്നിനും പരിഹാരമായിട്ടില്ല. നമ്മൾ വിയറ്റ്നാം യുദ്ധത്തെക്കുറിച്ച് ഈ അടുത്ത ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. 19 കൊല്ലം 1 മാസം 29 ദിവസം നടന്ന യുദ്ധം ഒരുപക്ഷെ 2 ലോകമഹായുദ്ധങ്ങൾക്കിനേക്കാളും ഭയാനകവും ഭീകരവുമായ ഒരു യുദ്ധമാണ്. അവിടെ പ്രയോഗിച്ച ഓറഞ്ച് ഏജന്റ് എന്ന് പറയുന്ന എന്താ പറഞ്ഞ ആ മാരക വിഷവസ്തു ഇപ്പോഴും എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ക്യാൻസർ രോഗികളായി മാറിയിരിക്കുന്നു. നമ്മുടെ മുമ്പിൽ മറ്റൊരു ഉദാഹരണം നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്, ഗോപകുമാർ സാറും ഒക്കെ നമ്മളിരിക്കുന്ന ഒരു വേദിയിൽ മുമ്പ് ചർച്ച ചെയ്തതാണ്. കാരണം ഉക്രൈൻ യുദ്ധം തുടങ്ങിയാൽ ശ്രീ ഡിന്നി സാർ ഒക്കെ ഓർക്കുന്നുണ്ട്, നമ്മളെല്ലാം പറഞ്ഞത് എന്താണ്, 10 ദിവസം ഏറിയാൽ 2 ആഴ്ച കൊണ്ട് ഉക്രൈൻ തകർന്ന് തരിപ്പണമാകും, തീരുവെന്നല്ലേ പറഞ്ഞത്. 1200 ദിവസത്തിലേക്ക് കടക്കുകയാണ് യുദ്ധം, എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, തുടങ്ങിക്കഴിഞ്ഞാൽ. അത് തന്നെയാണല്ലോ ഇസ്രായേലിനും പറ്റിയിരിക്കുന്നത്. ഇസ്രായേല് പെട്ടെന്ന് 4 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ ഹമാസിനെ അടിച്ചു തീർക്കും, പാലസ്തീൻ ഗാസയൊക്കെ കീഴടക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട എയർപോർട്ടിൽ പോലും മിസൈലുകൾ വന്ന് പതിക്കുന്ന ഒരു സാഹചര്യം, അവർ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. കാരണം യുദ്ധം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര പെട്ടെന്ന് തുടങ്ങാൻ പെട്ടെന്ന് പറ്റും, പക്ഷെ അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യുദ്ധത്തിലെ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള യുദ്ധത്തിന്റെ കാവ്യനീതി. അതുകൊണ്ട് ഗവൺമെന്റ് 1000 വട്ടം ആലോചിച്ചതിന് ശേഷമേ
ഒരു യുദ്ധത്തിലേക്ക് കടക്കൂ എന്നാണ് എന്നെ പോലുള്ള ആളുകൾ കരുതുന്നത്. അത് പക്ഷേ എന്ന് വിചാരിച്ച് നമ്മൾ എന്താ പറഞ്ഞ അലംഭാവം കാണിച്ചാൽ, കാരണം പാകിസ്ഥാന്റെ രാഷ്ട്രീയ ചരിത്രം, ഇവിടെ യുദ്ധചരിത്രം എല്ലാവരും പറഞ്ഞു, എല്ലാ കാലഘട്ടത്തിലും അവർ നമ്മളെ ആക്രമിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ. അത് 48-ൽ പഠാന്മാരുടെ വേഷത്തിൽ വന്നു, 65-ൽ റാൻ ഓഫ് കച്ച് വഴി അവര് രാജ്യത്തെ കയറി വരാൻ വന്നു, 71-ൽ കിഴക്കൻ പാകിസ്ഥാനിലുണ്ടായ കൂട്ടക്കൊല, അതുപോലെ തന്നെ 99-ലും ഇവർ നമ്മുടെ അതിർത്തിയിലേക്ക് വന്നു. കാരണം നമ്മൾ അങ്ങോട്ട് ഇന്ന് വരെയും യുദ്ധത്തിന് പോകാത്തവരാണ് എന്ന ചരിത്രം ഉള്ളതുകൊണ്ട്, മഹാത്മാഗാന്ധിയുടെ നാടാണ് ഇന്ത്യ എന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് കയറി ഇപ്പം നമ്മൾ ആക്രമിക്കില്ല. ഇപ്പോൾ മിഥുൻ വിജയകുമാർ, ഒരു സർജിക്കൽ സ്ട്രൈക്കിന് അപ്പുറം കാര്യങ്ങൾ പോകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നമുക്ക് മഞ്ജുഷ്, ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെന്റ്സ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതൊരു സർജിക്കൽ സ്ട്രൈക്കിലേക്ക് നമ്മൾ പോകുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ ഇപ്പോഴത്തെ ഡെവലപ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ, ഞാൻ ആദ്യം തന്നെ പാകിസ്ഥാന്റെ എയർ സ്പേസ് ഇപ്പം കുറച്ച് ദിവസം ഇന്ത്യക്ക് മാത്രമായിരുന്നു അവിടെ വിലക്ക്. പക്ഷെ ഇപ്പോൾ ഇന്റർനാഷണൽ എയർക്രാഫ്റ്റ്സ് പോലും അതിന്റെ മുകളിലൂടെ പോകാൻ തയ്യാറാവുന്നില്ല. അപ്പൊ അത് ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ, പാകിസ്ഥാൻ ചാർജ് ചെയ്യുന്ന ഒരു ഓവർ ഫ്ലൈറ്റ് ഫീ ഉണ്ട്. അത് മില്യൺസ് ആണ് പാകിസ്ഥാൻ അതിൽ നഷ്ടം വരുന്നത്. അപ്പൊ തുടക്കത്തിൽ കുറച്ച് ദിവസം പാകിസ്ഥാൻ കാണിച്ച ഈ ഒരു ഭയങ്കര ആവേശത്തിന് അപ്പുറത്തേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ, പാകിസ്ഥാൻ എല്ലാ ഭാഗത്തു നിന്നും തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ത്യ ഒരു ഭാഗത്ത് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി ക്യാൻസൽ ചെയ്യാൻ പോകുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പാകിസ്ഥാനെ വല്ലാത്ത ഭീതിയിലാക്കുന്നുണ്ട്. പാകിസ്ഥാൻ ജനത വലിയധികം ഭീതിയിലാണ്. അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ച ഒരു യുദ്ധം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു എന്താ പറയുക, ഒരു ഫീസിബിൾ സൊല്യൂഷൻ അല്ല. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ മുംബൈ അറ്റാക്കിനെ നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി, അത് ഞാൻ ഈ രാജ്യത്ത് എവിടെ, മുംബൈയിലാണെങ്കിലും ജമ്മു ആൻഡ് കാശ്മീരിലാണെങ്കിലും വാരാണസിയിലാണെങ്കിലും അത് എവിടെയാണെങ്കിലും ഒരു ഇന്റലിജൻസ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ അതൊരു ഇന്റലിജൻസ് ഫെയിലിയർ ആണ്. അത് ജമ്മുവിൽ ഇന്റലിജൻസ് ഫെയിലിയറും മുംബൈയിൽ അങ്ങനെ ഉണ്ടായാൽ അതല്ല എന്നും പറയാൻ പറ്റുമോ? ഈ പറഞ്ഞത് ഞാനല്ല, അത് നമ്മുടെ മുമ്പത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറിന്റെ വാക്കുകളാണ് ഞാൻ കോട്ട് ചെയ്തത്, MK നാരായണന്റെ. അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞത് മുംബൈയിൽ ഇന്റൽ കിട്ടിയിട്ട് പോലും ആക്ട് ചെയ്തില്ല എന്നൊരു കാര്യം. പിന്നെ ഇവിടെ ഇവർ പറഞ്ഞൊരു കാര്യം, PM-ന്റെ ഓഫീസിന് ഈ വിവരം കിട്ടി, അതുകൊണ്ട് PM-ന്റെ ജമ്മുവിലെ പ്രോഗ്രാം ക്യാൻസൽ ആയി എന്നാണ്. പക്ഷേ ഏപ്രിൽ 20-ന് രാംബൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പേമാരി ഉണ്ടാവുകയും അവിടെ 3 പേര് മരിക്കുകയും അവിടെ ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നു പോവുകയും രാംബൻ നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കണമെന്നൊക്കെ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മാറ്റി വെച്ചുകൊണ്ടാണ് ഇവിടെ മല്ലികാർജ്ജുൻ ഖാർഗെ രാഷ്ട്രീയം കളിക്കാൻ നോക്കുന്നത്. അതാണ് BJP ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഇങ്ങനൊരു കാര്യം അവർക്ക് അറിഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ജമ്മു സന്ദർശനം ക്യാൻസൽ ആയതിനെ ഇതുമായിട്ട് താരതമ്യം ചെയ്ത് ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കുക, ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷനിലേക്ക് ഇതിനെ കൊണ്ടുപോകുക. മാത്രമല്ല ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നതും. അപ്പം മാത്രം ഏതോ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചു, ഏതാണ് ആ പത്രം, അത്രയെങ്കിലും പറയണ്ടേ? അതൊരു നേതാവ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് പറയേണ്ട കാര്യമല്ലേ? പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഈ മോക്ക് ഡ്രിൽസിന്റെ സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു വാർ ഹിസ്റ്റീരിയയിലേക്ക് പോകരുത്. ഒരു വാർ ഹിസ്റ്റീരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്കുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ വേറെ ഉണ്ടാകും. അപ്പൊ നമ്മൾ പാകിസ്ഥാന്റെ ഇപ്പോൾ നിലവിലെ സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ, പാകിസ്ഥാന്റെ ഓരോ പ്രൊവിൻസസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും, ഇപ്പം ബലൂചിസ്ഥാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ, അവിടെ ബലൂച്ച് ലിബറേഷൻ ആർമിയും പാകിസ്ഥാൻ മിലിറ്ററിയും തമ്മിലുള്ള ഇഷ്യൂ സോൾവ് ചെയ്തിട്ട് വേണം പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് ചിന്തിക്കാൻ പോലും. അല്ലെങ്കിൽ ഇപ്പം ഖൈബർ പഖ്തൂൺഖ്വ, അവിടെ തെഹ്രീകെ പാകിസ്ഥാൻ എന്ന് പറയുന്ന എന്താ പറയാ, ഒരു താലിബാനുമായിട്ട് ബന്ധമുള്ള തീവ്രവാദ സംഘടന, അവർക്ക് പാകിസ്ഥാൻ ആർമിയായിട്ട് എന്താ പറയാ അവിടെ കൂടുതൽ ഇസ്ലാമിക നിയമങ്ങൾ കൊണ്ടുവരണം ആഗ്രഹത്തോടു കൂടി പാകിസ്ഥാൻ ആർമിയായിട്ട് യുദ്ധം ചെയ്യുന്നവരാണ്. അവർക്ക് ഇപ്പോഴത്തെ നിലവിലെ ഇസ്ലാമിക നിയമങ്ങൾ പോരാ, അതിലും കൂടുതൽ വേണമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രശ്നം KPK നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സിന്ധ് എടുത്ത് നോക്കുകയാണെങ്കിൽ, സിന്ധിലെ ഈ സിന്ധ് നാഷണലിസ്റ്റും മുജാഹിദ്സും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ എല്ലാ കാലത്തും ഉണ്ട്. ഈ ഷിയ സുന്നി വിഷയങ്ങൾ ഗിൽഗിറ്റ് പാകിസ്ഥാനുണ്ട്. അപ്പൊ ഇവരൊക്കെ തന്നെ ഈ ഒരു യുദ്ധം ഉണ്ടായാൽ ഉള്ളുന്ന അതിനെ മുതലെടുക്കാൻ തുടങ്ങും. അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്റേണൽ ഇഷ്യൂസ് സോൾവ് ചെയ്തിട്ട് വേണം ഒരു പക്ഷേ ഒരു യുദ്ധത്തിന് ഒരുങ്ങുക. അപ്പൊ നമുക്കിവിടെ ഒരു വാർ ഹിസ്റ്ററിക്ക് എന്താ പറയാ അതിന് പരത്തിവിടാൻ നോക്കാതെ നമ്മളൊരു പ്രിപ്പയർഡ്നെസ് അത്യാവശ്യമാണ്. ശരി, അങ്ങനെ രാജ്യം സജ്ജമാണ് എന്നുള്ള കാര്യം വെളിവാക്കുന്നതിന് കൂടിയാണ് നാളെ മോക്ക് ഡ്രിൽ നടത്താൻ പോകുന്നത്. ഇന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മോക്ക് ഡ്രിൽ ഉണ്ടായിരുന്നു. നാളെയാണ് വിശാലമായ രീതിയിൽ മോക്ക് ഡ്രിൽ നടത്തുന്നത്. കേരളത്തിൽ നാളെ വൈകിട്ട് 4 മണിക്കാണ് മോക്ക് ഡ്രിൽ. ഇതിനു വേണ്ടിയുള്ള കൃത്യമായ മാർഗനിർദ്ദേശം സംസ്ഥാന ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ വീടിനുള്ളിലും വീടിന് വെളിയിലും പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, മോക്ക് ഡ്രിൽ യുദ്ധത്തിനുള്ള മുന്നോടിയോ? അതേന്ന് 82% പ്രേക്ഷകർ. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.